മുത്തശ്ശ, ഒരു സംശയം ചോദിച്ചോട്ടെ? പോലീസിലായിരുന്നതുകൊണ്ടാണോ മുത്തശ്ശിനി മസിൽ പിടുത്തം? നമുക്കെന്തെങ്കിലും സംസാരിച്ചൂടെ? ഏകദേശം 1 മണിക്കൂറായി നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കുറെ സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ നിർത്തിയത് പല ചോദ്യവും പല ഉത്തരവും നിന്റെ പ്രായത്തിന് ചേരാത്തതായതുകൊണ്ടാണ്. സോറി മുത്തച്ഛ. 1.5 മണിക്കൂർ ലേറ്റാണെന്ന് ഇപ്പൊ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ. ഇനി ഒത്തിരി സമയം ഇരിക്കണം. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കോളാൻ വയ്യ. ലേശം പ്രശ്നമുള്ള ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? മുത്തച്ഛ, അടുത്ത ജന്മത്തിൽ മുത്തച്ഛന്റെ മകനായിട്ട് ഞാൻ ജനിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് എന്റെ അച്ഛൻ ചെയ്തതുപോലൊക്കെ മുത്തച്ഛനോട് ഞാനും ചെയ്തെന്ന് വെക്കുക. അതിന് പകരമായിട്ട് മുത്തച്ഛൻ എന്റെ അച്ഛനോട് കാണിച്ച ദ്രോഹങ്ങളൊക്കെ എന്നോടും കാണിക്കുന്നു. എന്തായിരിക്കും അനന്തരഫലം? എന്തായിരിക്കും? പരാജയം. ആരുടെ? മുത്തച്ഛന്റെ. ഞാൻ പൊളിച്ചടക്കും. കൃഷ്ണ, ഗുരുവായൂരപ്പ, കാത്തോളണേ. എന്റെ യേശുവേ, ചന്തുവിന്റെ മക്കൾക്ക് നല്ലത് വരുത്തണേ. ഒരു പിന്നവിടെ കുത്തിയേക്കും. അതോ ഇവിടെ നിന്ന് തന്നെ ഞാൻ കീർത്തനം പാടേണ്ടി വരുമോ? ഓട്ടോ ഓട്ടോ ഓട്ടോ. എന്താ ഈ ഓട്ടോ ഒന്ന് കൈ കാണിച്ചിട്ട് നിർത്താത്തെ? കൈ കാണിച്ചാ മാത്രം ഓട്ടോ നിക്കില്ല, ബ്രേക്ക് കൂടെ പിടിക്കണം. ഞാൻ വിളിക്കാം, അപ്പൊ നിർത്തുവെന്നൊന്നും അറിയാലോ. അപ്പൊ ഈ ഓട്ടോയുടെ ഒക്കെ ബ്രേക്ക് ടീച്ചറിന്റെ ഇല്ല? അതേടാ, നിക്കണ അവിടെ. അങ്ങനെയല്ല, ലെഫ്റ്റ് ഹാൻഡ് തിരിച്ചു വെക്കും. അങ്ങനെ. ഓട്ടോ ഒന്നും കാണുന്നുമില്ലല്ലോ. അച്ഛനെവിടെ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. അച്ഛൻ അകത്ത് തന്നെയുണ്ട്. അമ്മ അച്ഛനകത്തിട്ട് പൂട്ടിയിരിക്കും. അയ്യോ ചന്തു, ഇതെവിടെ പോയി മറിഞ്ഞിരിക്കുക? ചന്തു, ചന്തു പോണ്ടേ? ഇതിന്റെ താക്കോല് കളഞ്ഞു പോകും. പോകാൻ സമയമായി. വെറുതെ കൈയും വീശി പോയാൽ മതിയല്ലോ. സമയം കാശ് വേണ്ടേ? നുള്ളി പറക്കിയിട്ട് ഒരു 1300 ഉള്ളൂ. ഒരു 2000 നിന്റെ തങ്കച്ചനങ്ങൾ കൊടുത്തു വിടും. എന്നാലും വേണം ബാക്കി.
ആവശ്യത്തിലധികം കാശുള്ളവന് പറഞ്ഞിട്ടുള്ളതാ പാട്ടും കൂത്തും ഒക്കെ. അല്ലാതെ കുടുക്ക പൊട്ടിച്ചിട്ടും കടം വാങ്ങിയിട്ടൊന്നുമല്ല. കുറെ പേരെ കടം വാങ്ങാനും കുറെ പേരെ കടം കൊടുക്കാനും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്റെ ജന്മം കടം വാങ്ങാനായി പോയി, അത്രേ ഉള്ളൂ. ഇതിലെന്തോ കിടക്കുന്നുണ്ടല്ലോ. ദാ 100 രൂപ കിട്ടി. നിന്റെ എന്തെങ്കിലും ഉണ്ടാവും? മാക്സിമം ഒരു 10-150 കാണും. അത് കൊള്ളാം. തികഞ്ഞില്ലെങ്കിൽ ദാ കൊല്ലും. ആര് കൊല്ലാനാ? നമ്മുടെ സ്വന്തം അല്ലേ? ഞാൻ കൊല്ലുന്നാ പറഞ്ഞേ. അച്ഛനെ കിട്ടി. അച്ഛാ, ഓട്ടോ ഒന്നും നിർത്തുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, പിള്ളേരതേ തളർന്നിരിപ്പായി. നമുക്ക് ടാക്സി വിളിക്കാല്ലേ സമയം? വേണ്ട ചന്തു, ഓട്ടോ വരും. ഇതിലെ ഇഷ്ടം പോലെ പോണതല്ലേ. എന്റെ മൊബൈല്. നീ ഇതാരെയാ വിളിക്കുന്നത്? ഹലോ, മിസ്റ്റർ സച്ചിദാനന്ദൻ തമ്പി. അയ്യോ എടാ. ആ മുത്തച്ഛ, അവിടെ ഏത് കാറാ ഫ്രീ ആയി കിടക്കുന്നത്? ബെൻസോ? അത് മതി, ഒന്നിങ്ങോട്ട് അയച്ചേക്ക്. ഓക്കെ ഓക്കെ, ബെൻസ് അയക്കാമെന്ന് പറഞ്ഞു. നീ ശരിക്കും വിളിച്ചോടാ ലിസമേ? അവൻ പിന്നെ ചന്ദന് വേറെ പണിയില്ലേ? ആ ഉമ്മാക്കി കാണിച്ചതാ. ബെൻസ് വന്നു. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ വിളിച്ചു. എന്റെ അമ്മ മതി, വണ്ടി നീങ്ങണേ. നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ പാട്ടിന് നിനക്കും ചേരായിരുന്നില്ലേ? സ്റ്റുഡന്റ് മാത്രം വിചാരിച്ചാ പോരല്ലോ, ടീച്ചർക്കും ആത്മാർത്ഥത വേണ്ടേ? അതെങ്ങനെ എന്റെ ലിസമ്മ? സാറിന് പാടി കൊടുക്കുമ്പോ പാന്നല്ലേ ഇവൻ പാടുന്നേ. കുറെ കുറുമ്പ് പറയാൻ മാത്രം അറിയാം. നല്ല ഗുരുഭക്തി. ടീച്ചർ ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും കിക്കിന്ന് ചിരിക്കുന്നുണ്ട്. അതിലും ഒരാക്കലുണ്ട്. ലിസമേ, ലിസമേ, കുടിക്കുന്ന വെള്ളമുണ്ടോ? ഇത് തികയില്ല, വേറെ ഉണ്ടോ? ഇതെന്താ വെള്ളം കുടി മത്സരോ? ആരും വെള്ളം കുടിച്ചു പോകുന്നൊരു വാർത്ത കേട്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. ഒന്ന് തെളിച്ച് പറ ചന്തു. പറയാൻ ലിസമേ. മാളു, എല്ലാരും ഒന്ന് കേട്ടോ. നീ ഇന്ന് പല്ലി വെച്ചില്ലേ? 2 പ്രാവശ്യം തേച്ചതാ. അച്ഛൻ വരുന്നു പറഞ്ഞിട്ട് ഈ പിള്ളേർക്ക് ഒരു പേടിയില്ലല്ലോ. അവരെന്തിനാ പേടിക്കുന്നത്? അച്ഛൻ വരുന്നത് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനാ. ചന്തു ബോധം കെട്ട് വീഴാതിരുന്നാ മതി. ഒരു കണക്കിന് സ്വന്തം മുത്തച്ഛൻ്റെ സമ്മാനം വാങ്ങാന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ? എനിക്ക് മുത്തച്ഛൻ സമ്മാനം തരണ്ട. അതിന് നീ മത്സരിക്കുന്നില്ലല്ലോ. ചേച്ചിക്കാണെങ്കിലും തരണ്ട. നമ്മുടെ വീട്ടിൽ വരാത്ത മുത്തച്ഛന്റെ സമ്മാനവും വേണ്ട. ഇവിടെ ഇപ്പൊ സമ്മാനദാനമല്ല മുഖ്യ പ്രശ്നം, പെർഫോമൻസാ. ആദ്യം അത് ചേച്ചിമാര് ശരിയായിട്ട് ചെയ്യാൻ മോൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ടീച്ചർ സ്കോർ ചെയ്തു. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ. അച്ഛൻ ഇങ്ങനെ ഒരു വരവ് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചതിയായി പോയി. അത് സാരമില്ല, പിള്ളേർക്ക് അങ്ങനെയെങ്കിലും ഒന്ന് കാണാലോ. നമ്മുടെ കുട്ടികളെ അച്ഛന് മനസ്സിലാവോ? അച്ഛൻ എന്നെ തന്നെ മനസ്സിലാവില്ല, പിന്നല്ലേ. സമ്മാനദാനത്തിനുള്ള മുഹൂർത്തമാണ്. സമ്മാനദാനം നിർവഹിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കേവർക്കും സുപരിചിതനായ, പ്രിയങ്കരനായ, സർവോപരി ജനസമ്മതനായ റിട്ടയേർഡ് IG സച്ചിദാനന്ദൻ തമ്പി IPS അവറുകളാണ്. ഇത് വെറുമൊരു മത്സര പരിപാടിയല്ല. എങ്കിലും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടിക്ക് ഒരു സമ്മാനമുണ്ട്. ആ ചടങ്ങാണ് ആദ്യം. ദി ബെസ്റ്റ് പെർഫോമർ ഓഫ് നന്ദനം ഡാൻസ് ആൻഡ് മ്യൂസിക് ഫസ്റ്റ്. ഭരതനാട്യം അവതരിപ്പിച്ച കുമാരി മാളവിക. മാളു, സ്റ്റേജിലേക്ക് വരണം. അയ്യോ, പേടിയാവുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ വിശിഷ്ടാതിഥി സച്ചിദാനന്ദൻ തമ്പി IPS അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ മാളവിക നമ്മുടെ വിശിഷ്ടാതിഥിയുടെ ചെറുമകളാണ്, മകന്റെ മകളാണ്. സാരമില്ല.
ക്ലൈമറ്റ് പ്രോബ്ലം കാരണം ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് കുറെ ഡിലേ വന്നു. വിസിബിലിറ്റി ഇല്ലായിരുന്നു. ടേക്ക് ഓഫ് ലാൻഡിങ് ഒക്കെ പ്രശ്നമായി. ആ ഇവിടെ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാ. ക്ലൈമറ്റ് ആകെ പ്രശ്നത്തിലാ. കാർമേഘം മൂടിക്കെട്ടി കിടക്കുക. എന്നാലും നല്ലൊരു ടേക്ക് ഓഫ് നടന്നു. കഥ പറയാതെ കാര്യം പറ. മാളൂന് നന്ദനം ഡാൻസ് ഫെസ്റ്റിൽ സമ്മാനമുണ്ട്. അടിപൊളി. പിള്ളേർ അടിപൊളിയാക്കി. പക്ഷെ അച്ഛൻ അടിച്ചു പൊളിച്ചു. സമ്മാനദാനത്തിന് ചെന്ന അച്ഛൻ ഞാനേ മോനെ, ചന്ദ്രു ഇപ്പൊ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. നിന്റെ അച്ഛൻ ക്രൂരതയല്ലേ കാണിച്ചത്? ആ കുഞ്ഞുങ്ങൾ എന്താ പഴിച്ചത്? സാരമില്ലമ്മേ, എല്ലാം നമുക്കറിയാവുന്നല്ലേ. ഒക്കെ ശരിയാവും. അച്ഛനെവിടെ? അമ്മ വന്നേ. അങ്ങോട്ടാണോ? ഹലോ ഹലോ, ഞാനാ രാജു. മക്കളെവിടെ? ഇങ്ങതാ. മക്കളെ, ചെറിയച്ഛനാ, ഓടിവാ. കേശു, സ്പീക്കറിലിട്, എനിക്കും കേൾക്കാലോ. മക്കളെ, ഡാ കൺഗ്രാചുലേഷൻസ്. സമ്മാനം കിട്ടിയതൊക്കെ ചെറിയച്ഛൻ അറിഞ്ഞു കേട്ടോ. താങ്ക് യു ചെറിയച്ഛ. ഇങ്ങതാ. മക്കള് വിഷമിക്കണ്ട കേട്ടോ. 3 പേരും നന്നായി വരും. ദൂരെയാണെങ്കിൽ ഈ മുത്തശ്ശി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മക്കളുടെ അച്ഛന് സങ്കടമായിരിക്കുമല്ലേ? അച്ഛനെ ആരാധിക്കുന്ന മകന് ഒരു സങ്കടവും ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഇല്ല മുത്തശ്ശി, മുത്തശ്ശൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്റ്റൈലൊക്കെ അനുകരിച്ച് കാണിച്ചു തരായിരുന്നു അച്ഛൻ. ഒരു കുഴപ്പമില്ല, ഹാപ്പിയാ. ശരിക്കും വിഷമമില്ലേ? നിന്റെ അപ്പന്റെ മുഴുവൻ പേരെന്താ? കാര്യമായിട്ട് ചോദിച്ചപ്പോ എന്റെ അപ്പനെ വിളിക്കുക. ആർഡിയിൽ പേരെഴുതി ചേർക്കാൻ വേണ്ടിയാ. മാളുവിന്റെയും ദേവിയുടെയും ഡാൻസ് നന്നായിരുന്നു എന്ന് ചെറിയമ്മ പറഞ്ഞു. അതിന് ചെറിയമ്മ ഡാൻസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ചെറിയച്ഛനോ ചെറിയമ്മയ്ക്കോ മുത്തശ്ശിക്കോ ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാ മനസ്സിലാവോ? ആ, എനിക്ക് മനസ്സിലാവും. ശബ്ദം കേട്ടാ മതി. ഞങ്ങളാരും വരാതിരിക്കാൻ വേണ്ടിയല്ലേ നിന്റെ അച്ഛൻ ദൂരെ പോയി താമസിക്കുന്നത്. അതവന്റെ നമ്പറാ. പോടാവുന്നു. ചന്ദ്രവട്ടനൊരു ഗോൾ അടിച്ചു. മുത്തച്ഛൻ സമ്മാനം തരാത്തത് പോട്ടെ, ചെറിയച്ഛൻ എന്താ വാങ്ങിത്തരേണ്ടത്? എന്താ പറയണ്ടേ? മുത്തച്ഛനോട് ചോദിച്ചിട്ട് മുത്തച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് മുത്തച്ഛനെ വിളിച്ചോണ്ട് പോയി മുത്തച്ഛന് ഇഷ്ടമുള്ളത് വാങ്ങിത്തരാൻ പറ. ചന്ദ്രവട്ടം വീണ്ടും ഒരു ഗോൾ അടിച്ചു. ഹലോ ഹലോ, കൊച്ചച്ഛൻ ഫോൺ വെച്ചോ? കൊച്ചച്ഛനെ മുത്തച്ഛൻ അറസ്റ്റ് ചെയ്ത് കാണും. എന്താ കട്ടാക്കിയത്? കട്ടായതാ. അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ എങ്ങനെയാ? നമ്മൾ വിചാരിക്കും മുമ്പേ കട്ടാകും. ആരെയാ വിളിച്ചത്? അത് ഇൻഫോടെക്കിന്റെ ബോസിനെ വിളിച്ചതാ. ഫ്ലൈറ്റ് ലേറ്റായി, അത് പറയാനാ. ഓഹോ, ഫൈൻ. അദ്ദേഹം നന്നായി നൃത്തം ചെയ്യുമല്ലേ? പക്ഷെ നീ ഇതുവരെ അതെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നീ ഫോണിൽ പറയുന്നത് കേട്ടതാ. അവൻ വിളിച്ചത് അവന്റെ ഏട്ടന്റെ മക്കളെയാ. ഇനി ഏതെങ്കിലും നഖം ബാക്കിയുണ്ടോ മൊയ്തീന്? ഇല്ല, പൈസ കൈ കിട്ടിയില്ല. ചോദിക്കാമെന്നാ, പക്ഷെ ആളെ കൈ കിട്ടിയില്ല. തങ്കച്ചനെവിടെ? പോസ്റ്റ്മാൻ തങ്കച്ചനെവിടെയായിരുന്നു? ഇത്രയും ഒച്ചയുടെ ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്നവരാരും ചെവിട് പൊട്ടന്മാരും അല്ല. ചെവിട് പൊട്ടന്മാരൊന്നുമല്ല, പക്ഷെ തട്ടിപ്പുകാരാ, മുഴുവൻ തട്ടിപ്പുകാരാ. ഹലോ, കിടന്ന് കീറി വിളിക്കാതെ കാര്യം പറ. എന്താണാവോ ആഗമന ഉദ്ദേശം? എന്താ ഉദ്ദേശം എന്താന്ന്? എന്റെ ഭാര്യ മോളിക്കുട്ടി എല്ലാ മാസവും 5-ാം തീയതി മണി ഓർഡർ അയക്കുന്നതാ. പക്ഷെ അതെന്റെ കയ്യിൽ കിട്ടുന്നത് എല്ലാ മാസവും 26-ാം തീയതിയാ. എന്താണ് അതിന്റെ പ്രശ്നമെന്ന് എനിക്കറിയാം. മോളിക്കുട്ടി അവിടെ നിന്ന് പണം കിട്ടിയില്ലേ എന്ന് വിളിച്ച് ചോദിക്കും. അപ്പൊ ഞാൻ ഇവിടെ നിന്നും കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ ഈ തങ്കത്തിന് എന്റെ പണം എന്ത് ചെയ്യുന്നു? ഇതാണല്ലേ കാര്യം. നിങ്ങൾ വിഷമിക്കണ്ട. കൃത്യമായി നിങ്ങളുടെ പണം തങ്കച്ചൻ അവിടെ എത്തിക്കും. ഞാനല്ലേ പറയുന്നത്. പൊയ്ക്കോളൂ. കിട്ടുമോ? ഉറപ്പാണല്ലോ. 437. ഈ മാഷ തങ്കച്ചനെ എങ്ങനെ വഷളാക്കുന്നേ? മാഷക്കെല്ലാം സ്നേഹമല്ലേ. സ്നേഹം കൂടിയാൽ എന്ത് തെറ്റും പൊറുക്കും അല്ലേ മാഷെ? സ്വന്തം വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മളൊക്കെ ഇവിടെയാണ് കഴിയുന്നത്. പരസ്പരം കണ്ടുകൊണ്ടിരിക്കേണ്ടവരല്ലേ. സ്നേഹമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ?
പലിശ പോസ്റ്റ്മാൻ. ലേശം വൈകിപ്പോയി മാഷെ. ആ മോളിക്കുട്ടിന് കെട്ടിയോൻ തപ്പി ഇറങ്ങിയത്. ഇക്കാലത്ത് മണി ഓർഡർ കൊണ്ട് പുറകെ നടന്നാൽ പോലും ആർക്കും വേണ്ട. എന്തായാലും വലിയ മോശമായി പോയി തങ്കച്ച, മോശമായി പോയി. നീ ഇവിടെ ഇരിക്കുന്ന സീലടിക്കാനാണോ അതോ ആപ്പടിക്കാനാണോ? സീലടിക്കാൻ. എന്നാ മൊത്തത്തിൽ നീരടിക്കാതെ നോക്കിക്കോ. നാട്ടുകാരുടെ പൈസ എടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന ഈ ഏർപ്പാട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ തങ്കച്ച? എന്റെ ഈശോ, എന്റെ മാഷെ, അതെങ്ങനെ നിർത്തും? നിർത്തിയെല്ലാം പൊളിയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയ കിളവനുണ്ടല്ലോ, അയാളുടെ പണം എടുത്ത് ഞാൻ വേറൊരാൾക്ക് 10% പലിശയ്ക്ക് കൊടുക്കും. എന്നിട്ട് അയാളുടെ നിന്ന് മുതലും പലിശയും വാങ്ങി ഈ കിളവന് 5% പലിശയും ചേർത്ത് കൊടുക്കും. രണ്ടുപേരും ഹാപ്പി, ഞാനും ഹാപ്പി. ഇതൊക്കെ ഒരു പരസ്പര സഹായമല്ലേ മാഷെ? ഇതിലെന്താ എത്ര വലിയ തെറ്റ്? ന്യായമായിട്ട് ആലോചിച്ചാൽ അതിൽ തെറ്റില്ല. ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്, കറക്ക് കമ്പനി അല്ല. ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ മാഷക്ക് നെഞ്ചി കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വണ്ടി ഓടുമെന്ന്? വണ്ടി ഓടുന്നുണ്ട്, പക്ഷെ ഒരു ടയർ പഞ്ചറാന്നേ ഉള്ളൂ. അപ്പൊ ഒരു സൈഡ് വലിവില്ലേ? അതാ ഞാൻ പറയുന്നത്, ഇക്കാലത്ത് ഒരു സൈഡ് വരവ് വേണമെന്ന്. ചെറുക്കനെ പാട്ട് പഠിപ്പിക്കാൻ എനിക്ക് വയ്യേ. 2 കൊല്ലം കൊണ്ട് ഈ സാ പഠിപ്പിക്കുക. ഇന്ന് വരെ നേരെ ചൊവ്വേ ഞാൻ അത് പാടിയിട്ടുമില്ല. എന്നാ പിന്നെ അത് നിർത്തിക്കൂടെ? പാട്ട് നീ പഠിച്ചില്ലെങ്കിലും നിന്റെ തന്ത കൃത്യമായി എനിക്ക് ശമ്പളം തരുന്നുണ്ട്. പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു. നമസ്കാരമുണ്ട്. ടീച്ചർ ഈ പാട്ടൊക്കെ കമ്പോസ് ചെയ്യാറുണ്ടോ? അയ്യോ, അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷെ അടുത്ത കാലത്ത് ഒരു നാടകത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്തു. എന്റെ ഹസ്ബൻഡ് എഴുതിയ വരികളായിരുന്നു. ടീച്ചറെ അതൊന്ന് മൂളിയെ, അപ്പൊ അറിയാം വിവരം. ദേ ഈ ചെറുക്കൻ ഇവിടെ എണീറ്റ് പോയില്ലെങ്കിൽ ഞാൻ പാടത്തില്ല. എടാ ഇനി പാടിക്കോ, ഇവ മിണ്ടൂല്ല. ഓക്കെ. ശബ്ദം. പണ്ടു പണ്ടു ഞാൻ കണി കണ്ട സുന്ദര, എന്നെ പൊന്നു ചാർത്തുവാൻ വരുമോ വരുമോ? കണ്ണു തുടിച്ചു, എന്റെ കണ്ണു തുടിച്ചു, ഞാൻ കണ്ട കനവിൽ നീ നിറഞ്ഞു നിറഞ്ഞു. ടീച്ചറെ, ഇത് എവിടുന്ന് അടിച്ചു മാറ്റിയതാ? ഇത് ഫ്രഷാ. ആ ഫ്രഷാ. ഇപ്പോഴല്ല, സുബ്രഹ്മണ്യപുരത്തിന് വേണ്ടി കമ്പോസ് ചെയ്യണ സമയത്ത്. മോഷണാലേ പണി. കൺകളിരണ്ട കൺകളിരണ്ട. ആ ടീച്ചറെ, ഞാൻ 2 വരി പറയാം, അതൊന്ന് കമ്പോസ് ചെയ്യാവോ? പിന്നെന്താ? ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിൽ ഉറങ്ങാൻ. മുത്തച്ഛനെ കുറിച്ച് എഴുതിയതാ? നിസമ്മേ, കവിത കേട്ടോ? പണ്ടൊരു കവിത എന്നെ കുറിച്ച് എഴുതിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എടാ, ഈ പ്രണയവും മണ്ണാങ്കാട്ടയൊക്കെ ഒരു പണിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാ. എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഉള്ളവൻ അതിന്റെ പുറകെ പോവില്ല. അപ്പൊ അച്ഛ, ഈ റോമിയൻ ജൂലിയറ്റ്, ലൈല മജ്നു, ദേവദാസ് ഇവർക്കൊന്നും ഒരു പണിയില്ലായിരുന്നാണ് അച്ഛൻ പറയുന്നത്? എടാ, അതൊക്കെ വെറുതെ ഊരി വീർപ്പിച്ച കഥകളാ. പിന്നെ കുറെ കവിതയും. എന്റെ കയ്യിലിരുന്ന് ഇപ്പൊ ശ്വാസം മുട്ടുന്നതും അതുപോലൊരു കവിതയാ. ഇതെഴുതിയ നീ ഫാന്റസിയിലും ഞാൻ റിയാലിറ്റിയിലും. റിയാലിറ്റി ഈസ് ക്വൈറ്റ് ട്രൂ. സോ നമ്മുടെ കയ്യിലില്ലാത്ത ഒന്നിനെ, ഐ മീൻ ഫാന്റസിയെ വലിച്ചെറിയേ. ഇതാ ഇങ്ങനെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഞാൻ കൊടുത്തൊരു വാക്കാ, അല്ലാതെ നിന്റെ കഴിവ് കണ്ടിട്ടൊന്നല്ല അവന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത്. അച്ഛാ, പല പ്രാവശ്യവും ഞാൻ ആ പെൺകുട്ടിയെ പുറത്തൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. മിക്കവാറും ബൈക്കിലായിരുന്നു. അതൊരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഓരോ പ്രാവശ്യവും ബൈക്ക് ഓടിച്ചിരുന്ന ഓരോരുത്തരായിരുന്നു. അതൊരു പ്രശ്നമല്ലേ അച്ഛാ? ഇഷ്ടമില്ലാത്തവരെ പറ്റി നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ റീസൺ അതല്ല, അതെനിക്കറിയാം. മോനെ, നിന്നെ ജീവനുതുല്യം സ്നേഹിക്കുന്ന അച്ഛനാ പറയുന്നത്. ആരും കൊതിക്കുന്ന ഒരു ജീവിതമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. അതെല്ലാം കളഞ്ഞിട്ട് മൈനസുകൾ മാത്രമുള്ളൊരു പെണ്ണിനെ മതിയെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇഷ്ടം പോലെയാകാം.
ഇതെന്താ ഇത് ആദ്യമായിട്ട് കാണും പോലെ? ഞാൻ നിന്റെ മൈനസുകൾ ഓരോന്നായിട്ട് എണ്ണുകയായിരുന്നു. അതിന് എണ്ണാൻ എന്തിരിക്കുന്നു? അച്ഛൻ എപ്പോഴും പറയണതല്ലേ. ഞാൻ പറയാം. നമ്പർ 1 ജാതി വേറെ, നമ്പർ 2 പിച്ചക്കാരി കുടുംബം, നമ്പർ 3 ഹാർട്ടിന്റെ വാൾവ് പോക്കാം. മിണ്ടാരിടാ. ഭയങ്കര ആലോചനയിലാണല്ലോ. ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിച്ചതാ. പാവം, എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവൂല്ലേ. അന്ന് മാളു ജനിച്ച വിവരം പറയാൻ ചെന്നപ്പോ എന്റെ കൂടെ പുറപ്പെടാൻ തുടങ്ങിയതാ. അച്ഛൻ വിടുവോ? ചന്തുവിന് വിഷമമുണ്ടോ ഇങ്ങനൊരു കല്യാണം കഴിക്കേണ്ടി വന്നത്? ചോദ്യം കുറേ വൈകിപ്പോയെങ്കിലും ഉത്തരം പറയാൻ വിഷമമുണ്ട്. അത്യാവശ്യത്തിന് ഇത്തിരി കാശ് കടമേടിക്കാന്ന് വിചാരിച്ചാൽ നീ സമ്മതിക്കോ? എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം മേടിക്കാൻ നീ സമ്മതിക്കോ? അതൊക്കെ ഒരു പ്രശ്നമല്ലേ? ആ, ഇതാ കുഴപ്പം. ഒന്ന് ചോദിച്ചാൽ വേറൊന്നിന് ഉത്തരം പറയും. ഞാൻ ചോദിച്ചത് അച്ഛന്റെ പിണക്കത്തെ കുറിച്ചാ. ലിസമ്മേ, അച്ഛൻ ചെയ്തതിൽ എനിക്കൊരു പരിഭവമില്ല. ഏത് അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. നാളെ നമ്മുടെ മക്കൾക്കൊരു പ്രശ്നം വന്നാൽ ഞാനും അച്ഛനെ പോലെ തന്നെ ആയിരിക്കും. ഒരച്ഛൻ്റെ അവസ്ഥയും മകൻ്റെ അവസ്ഥയും രണ്ടാ. പണ്ട് മകനായിരുന്നു ഞാനിപ്പോൾ ഒരു അച്ഛനാ. മക്കളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു അച്ഛൻ, മക്കളുടെ സ്നേഹം കൊതിതീരെ ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ. ഞാനിപ്പോൾ അങ്ങനെ ഒരു അച്ഛനാ. അച്ഛനും മുത്തച്ഛനോട് ഒരു ദേഷ്യമില്ല കേട്ടോ. അതുപോലെ ആയിരിക്കണം എൻ്റെ മക്കളും. മുത്തച്ഛനും മുത്തശ്ശിയും ചെറിയച്ഛനും നമ്മളും ഒക്കെ ചേർന്നുള്ളൊരു കുടുംബം. അതാണ് അച്ഛൻ്റെ സ്വപ്നം. അങ്ങനെ ഒരു ദിവസം വരും. വരില്ലേ? വരില്ലേ? അപ്പൊ ഞാൻ SSLC പാസ്സാവില്ലേ? ഇതെന്താ SSLC? അതൊരു ദിവസം അച്ഛൻ പറഞ്ഞുതരാം. ഇപ്പൊ സസ്പെൻസ്. സാർ, ഇത് 20,000. അതെടുക്ക്. ഏത്? ഈ നീലയോ? സാർ, ഇത് 25,000. 25,000 അല്ലേ ഉള്ളൂ. 1 കോടിയൊന്നും അല്ലല്ലോ. പാവങ്ങൾ കണ്ടെങ്കിലും ഒന്ന് കൊതി തീരട്ടെ. അത് ശരിയാ സാർ. എന്താ ഉദ്ദേശം? സാരി സാരി മൊത്തം ബഡ്ജറ്റ് 2,000 രൂപ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ചപ്പിളി ചളിവിളിയാവുമെന്നാ തോന്നുന്നത്. ഹോട്ടലിലായിരുന്നു അരിയാട്ടി കൊടുത്തോ വെള്ളം കോരി കൊടുത്തോ കടം വിട്ടാമായിരുന്നു. ഇതിപ്പോ അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പർച്ചേസ്? ഒരു പെട്ടി നിറയെ സ്വീറ്റ്സും പിന്നെ ഡ്രസ്സും. എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. കാര്യം എന്താണെന്ന് ചോദിക്കരുത്, ഇപ്പൊ പറയില്ല. എല്ലാം ഇങ്ങെടുത്തേ. അത് ലിസമ്മയ്ക്ക് എന്നിട്ട് ശരി. ഇത് സൂപ്പറാ. 5,000. അത് കൊള്ളാം. പാക്ക് ചെയ്തോ. എന്റെ പേഴ്സിലെ പുല്ല് കണ്ടിട്ടാണ് മാഷ് പശുവിനെ വളർത്തുന്നതെങ്കിൽ എന്റെ പേഴ്സിൽ ഒരു പുല്ലും ഇല്ല. ഇയാളുടെ പുല്ലും വയ്ക്കലും ഒന്നും എനിക്ക് വേണ്ട. അതിനൊക്കെ വേറെ വഴിയുണ്ട്. പാക്ക് ചെയ്തോ. സാർ, ബില്ലെടുക്കട്ടെ? പുല്ലെടുക്കട്ടെ എന്നാ കൊണ്ടുവന്നത് 2,000 രൂപ. ബില്ലടിച്ച് വന്നിരിക്കുന്ന 5,200 രൂപ. ഇനിയും പുറകെ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെ? ചൊക്കം കാശ് കയ്യിലുണ്ടോ? കാശില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഉണ്ട്. എവിടെ? ദേ ഈ ശരീരത്തില്. ഹേയ്, ഒരു സാരിക്ക് വേണ്ടി കിഡ്നി വിൽക്കൊന്നും വേണ്ട. തങ്കച്ചമ്മ, അയ്യോ. ഇതാണ് പണം. തൊട്ടപ്പുറത്ത് സ്വർണം പണയം വെക്കുന്ന ഒരു കടയുണ്ട്. കൊണ്ടുവച്ചിട്ട് 10,000 രൂപ എടുത്തുണ്ടോ? അത് വേണോ? പക്ഷേ വേണം. പൈസ വേണമല്ലോ. എന്നാലും പറയുന്ന അനുസരിച്ച് ചെല്ല്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉഗ്ര സാരി. ഈ കളർ എന്റെ ഇല്ലാത്തതാ. എന്തായാലും ആദ്യമായിട്ട് അമ്മ മേടിച്ചു തന്നല്ലേ. ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കാൻ പോവാ. കറക്റ്റ് അളവാ. ഇട്ട് നോക്കി സെലക്ട് ചെയ്ത പോലെ ഉണ്ട്. മുത്തശ്ശി ഞങ്ങളുടെ അളവ് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ. മുത്തച്ഛനെ അറിയാതെ എങ്ങനെയാച്ചാ മുത്തശ്ശി ഇതൊക്കെ വാങ്ങി തന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതേ. അതങ്ങ് സാധിച്ചു. മുത്തശ്ശി ഫോൺ ചെയ്ത് അച്ഛനോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങ് ചെന്നു. എല്ലാം കൂടെ മേടിച്ചെങ്കിൽ തന്നു. ഉഗ്ര സ്വീറ്റ്സ് അല്ലേ. മുത്തശ്ശി വിളിച്ചൊരു താങ്ക്സ് പറഞ്ഞേക്കാം. അയ്യോ വേണ്ട മാളു. മുത്തശ്ശനെങ്ങാനും ഫോൺ എടുത്താ വേണ്ട. ഇത്രയും വർഷമായിട്ടും അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും തോന്നിയില്ലോ? എല്ലാത്തിനും ഒരു സമയം വരണ്ടേ. പിന്നെ എന്റെ പ്രാർത്ഥനയും. ഇങ്ങനെ പലതും അമ്മ വാങ്ങി തരുന്നവര് ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളതാ. ഇതിപ്പോ ശരിക്കും സംഭവിച്ചു. അത്രേ ഉള്ളൂ. നോക്ക്. ഇതിന് എത്ര രൂപ അച്ഛാ? ഇതിന് 700 ആണോ എന്നൊരു സംശയം. ഹലോ ഹലോ ലിസമ്മേ, ഹൗ ആർ യു? എന്താ മോളെ ഒരു എക്സ്ട്രാ ചിരി? എനിക്കറിയാം എന്തോ വിശേഷമുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് കള്ളം. അടിപൊളി പർച്ചേസ് ആണല്ലോ മാഷ് നടത്തിയത്. കുറെ കാശും പൊട്ടിച്ചു. സാരിയും പിള്ളേരുടെ ഡ്രസ്സും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഞാനും കൂടെ സെലക്ട് ചെയ്ത്. ഞാനിപ്പോ വിളിച്ചതേ, മാഷ് സ്വീറ്റ്സ് വാങ്ങിച്ചപ്പോ ഞാനും കൂടി കുറച്ച് വാങ്ങിച്ചു. കവർ കൂടി മാഷയുടെ കവറിലായിപ്പോയി. എടുത്തു വെച്ചാൽ മതി. നാളെ അമ്മായി ഒന്ന് എടുത്തോളൂ.
ഏയ് ഈ കളർ കുഴപ്പമൊന്നുമില്ല. ഇത് കുഴപ്പമുണ്ടോ? നിനക്കേതാ ശരിയാ? മാറ്റണമെങ്കിൽ മാറ്റിയെടുക്കാം. വേണ്ട ചേച്ചി, വേറെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതാ. പക്ഷേ മോക്ക് വേറൊന്നാ ഞാൻ നോക്കിയത്, ഒരു ഗ്രീൻ. തങ്കച്ചനങ്ങളാ വിളിച്ചത്. ഓ അത് ശരി. പിന്നെ ഒരു യെല്ലോ. തങ്കച്ചനങ്ങളാ വിളിച്ചത്. അതിനെന്താ? തങ്കച്ചനങ്ങളാ വിളിച്ചതെന്ന്. ഈ അമ്മയ്ക്ക് എന്ത് പറ്റി? അച്ഛന് ചെവി കേൾക്കാം അല്ലേ അച്ഛാ? നന്നായിട്ട് കേൾക്കാം. തങ്കച്ചനങ്ങളാ വിളിച്ചത് അതല്ലേ? അത് തന്നെ. തങ്കച്ചനങ്ങളിന് വേണ്ടി വാങ്ങിയ സ്വീറ്റ്സും കൂടി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നൂന്ന്. ബാക്കിയും അറിഞ്ഞു. ഈ അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് അമ്മ പറഞ്ഞുതരാം. അച്ഛൻ ഈ കൊണ്ടുവന്ന ഡ്രസ്സ് സ്വീറ്റ്സ് ഒന്നും മുത്തശ്ശി കൊടുത്തല്ല. ആ പേരില് അച്ഛനും തങ്കച്ചനങ്ങളും കൂടി പോയി ചേർന്ന് മേടിച്ചതാ. ഇരിക്കണണ്ടില്ലേ? ആ തങ്കച്ചൻ ചതിച്ചു. സത്യമാണോ അച്ഛാ? സത്യമായിട്ടും ലിസമ്മ പറഞ്ഞത് സത്യമാണ്. അച്ഛൻ ഞങ്ങളെ പറ്റിച്ചതല്ലേ? വെള്ളം പറഞ്ഞല്ലേ? ഇങ്ങനെ തന്നെ ഞങ്ങളെ പഠിച്ചതല്ലേ? അമ്മേ, അച്ഛന്റെ കഴുത്തിലെ മാല കാണുന്നില്ല. മാല വിറ്റില്ലേ? വിറ്റില്ല, പണയം വെച്ചു. മാല പണയം വെച്ച കാശുകൊണ്ടാണോ അച്ഛൻ ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിയത്? ഞാൻ ഈ ഡ്രസ് ഇടില്ല. അച്ഛൻ ആ മാല നന്നായിട്ട് ചേരുമായിരുന്നു. മനഃപൂർവ്വമല്ല മക്കളെ, നാളെ നിങ്ങളുടെ അമ്മയുടെ ജന്മനാളാ. ആ പേരിൽ അച്ഛൻ കടമേടിക്കുമെന്ന് വിചാരിച്ചിട്ടാ നിങ്ങളുടെ അമ്മ അതാരെയും ഓർമ്മിപ്പിക്കായിരുന്നത്. പക്ഷെ ഞാൻ മറക്കൂലല്ലോ. ദാ, 5% പലിശയും ചേർത്ത് മുതലൊക്കെ തന്നെ ഹാപ്പി ആയില്ലേ? ഇനി മോളിക്കുട്ടിയുടെ പണം കിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ ഒന്ന് ഓടിയിടുന്നത്. പേടിക്കണ്ട, അകത്തൊരുത്തൻ സീലടിച്ചതാ. പിന്നെ അടുത്ത മാസം ഇതുപോലെ എന്നാ മതി കേട്ടോ. പലിശ കൊതി തൊലക്കി പിടിച്ചു പോയി. മോളിക്കുട്ടിയാ നല്ല സാരി. സീല് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിൽ വിരല് നിന്റേതല്ലയോ? ഈ ബ്ലാക്ക് സാരിക്ക് എന്ത് വില കൊടുത്തു? വില നോക്കുവാണെങ്കിൽ എന്റെ 1 മാസത്തെ ശമ്പളം വരും മാഷേ. അത്രയ്ക്ക് വില കൊടുത്തിട്ടും കുറച്ചുകൂടെ കട്ടിയുള്ള സാരി കിട്ടിയില്ലേ സ്വപ്ന? ആ തപാലുരുപ്പടി കട്ടിയുള്ള തുണി കൊടുക്കണമെന്ന് മാഷക്ക് എന്താ എത്ര നിർബന്ധം? എന്റെ പൊന്നു മാഷ, ഈ ഊഷര ഭൂമിയിൽ ആകെ കൂടിയുള്ള ഒരു മരിപ്പച്ച. ഈ മരിപ്പച്ച കണ്ടിട്ടാണ് മൊയ്തീനും ബാക്കിയുള്ളവരും ഒറ്റ ദിവസം പോലും ലീവ് എടുക്കാതെ ഇവിടുന്ന് പണിയെടുക്കുന്നത്. അത് മാഷ് കുളമാക്കരുത്. എന്താ പിണങ്ങി പോകണോ? ഏയ്, ഞാനും നാട്ടിൽ ലീവാ. ലിസമ്മയും പിള്ളേരുമായിട്ട് ചെറിയൊരു ഔട്ടിങ്. എന്റെ ഡ്രൈവറും കൂടിയാണല്ലോ. വാ ഒന്ന് ഡ്രോപ്പ് ചെയ്യും. മാഷ് സമ്മതിക്കണം, പോക്കറ്റിന് കനവില്ലെങ്കിലും ജോലി എനിക്ക് ഒരു കുറവുമില്ല. കാശില്ലാത്ത കുടുംബം സന്തുഷ്ട കുടുംബം. ഒരു ജന്മമല്ലേ ഉള്ളൂ. ചന്തു, ഞാനിവിടെ പോട്ടെ. അയ്യോ വേണ്ട, നിന്റെ ഈ ഓട്ട ഹൃദയം വെച്ചിട്ടുണ്ട് അതിലൊക്കെ ചെന്നേറി വെറുതെ മനുഷ്യന് പണിയുണ്ടാക്കി വെക്കണ്ട. എത്ര നേരം ഈ പിള്ളേർക്ക് പണി പിടിക്കുകയാണ്. ചന്ദ്രമോഹൻ തമ്പി, ചന്ദ്രമോഹൻ തമ്പി, ചന്തു, ആ വെള്ളത്തിൽ കിടന്ന ഒരാളെ ചന്ദ്രമോഹൻ തമ്പി ചന്ദ്രമോഹൻ തമ്പി എന്ന് വിളിക്കുന്നുണ്ട്. ആ നമ്മുടെ പഴയ ഒരു കക്ഷിയാ. ഞാൻ ഇപ്പൊ വരാം. ആ, അവിടെന്ന് കാശ് വല്ലതും കടം മേടിച്ചിട്ടുണ്ടോ? വാ നോക്കാം. എന്താടാ മിഴിച്ചു നോക്കുന്നത്? ഞാൻ GK, മനസ്സിലായില്ലേ? ഇട തൊട്ടി GK. ഓ തൊട്ടി, നിനക്ക് എന്തൊരു മാറ്റം. ശരിക്കും പറഞ്ഞില്ലെങ്കിൽ അറിയില്ല കേട്ടോ. സെന്റ് ആന്റണീസ് കോളേജും നമ്മുടെ ആ 4-5 വർഷത്തെ ജീവിതവും നീ വാങ്ങിത്തന്ന മസാല ദോശയുടെ രുചിയൊക്കെ എങ്ങനെ മറക്കുവാടാ? നിമ്മി, സംശയിക്കണ്ട, അന്ന് കോളേജ് ടോയ്ലറ്റിൽ ഒന്നിച്ച് കയറിയെന്ന് പറഞ്ഞ് ചെരിപ്പൂരി അടിച്ചില്ലേ? അതേ നിമ്മി തന്നെ. ഓ കെമിസ്ട്രിയിലെ നിർമ്മല. ആ റിവെഞ്ച് ഞാൻ അവളെ അങ്ങ് പോക്കി. 2 മിനിയേച്ചർ. ഇതെന്റെ ഭാര്യ ലിസമ്മ. നമസ്കാരം. ലിസമ്മ അപ്പൊ ക്രോസ? കലക്കേടാ. നീ വന്നേ, കുറെ കാര്യങ്ങൾ ചോദിക്കണം. ഒത്തിരി കറങ്ങി ചന്ദ്രു. പല രാജ്യങ്ങൾ, പല ഭാഷകൾ.
ഒടുവിൽ അറബി നാട്ടിലെത്തി. പതിവ് പോലെ അവിടെയും എത്തി ഒരു ദൈവം അറബി വേഷത്തിൽ. അല്ലെങ്കിലും പല അവസ്ഥയിലും പല ദൈവങ്ങളും എന്നെ സഹായിക്കാൻ എത്തിയിട്ടുണ്ടല്ലോ. കോളേജിൽ നീ, ഡൽഹിയിൽ ഒരു ദേവസ്യ, പിന്നെ ലിബിയ, അവിടെ ഒരു മുഹമ്മദ് ഷാഫി. പക്ഷേ ശാശ്വതമായൊരു പച്ചക്കൊടി കണ്ടത് ദുബായില്. ഇന്ന് ഞാൻ വൻ സെറ്റപ്പിലാടാ. സ്വന്തം മകനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു അറബിയുടെ കാരുണ്യം. വിശപ്പിന്റെ വിളി നന്നായി അറിയാവുന്ന ഞാനിന്ന് 300ഓളം കുടുംബങ്ങളുടെ വിശപ്പ് മാറ്റുന്നു. വിശപ്പ് തന്നെയാണ് ചന്ദ്രു ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. നന്നായിട്ടൊന്ന് വിശന്നാൽ ഏത് ചക്രവർത്തിയും ആരുടെ മുന്നിലും കൈനീട്ടും. അല്ലെങ്കിൽ തന്നെ ഞാനിതൊക്കെ ആരോടാ പറയുന്നത്? വിശപ്പെന്ന് എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത ഒരു പുണ്യ ജന്മമല്ലേ നീ? കാര്യങ്ങൾ നീ കരുതുന്ന പോലെയൊന്നുമല്ല, ഒക്കെ മാറിയാലും എത്ര മാറാൻ. പണ്ട് കോളേജിൽ വെച്ച് ഓരോ ദിവസവും ഓരോ കാറിൽ നീ വന്നിറങ്ങുമ്പോൾ പിള്ളേർക്ക്, എന്തിന് വാദ്യന്മാർക്ക് വരെ എന്തൊരു കുശുമ്പായിരുന്നു. പക്ഷെ എനിക്കന്ന് തോന്നിയത് ഒരു തരം ആരാധനയായിരുന്നു. വേറൊന്നുമല്ല, എന്നെ പോലത്തെ അത്തപ്പാടി കേസുകളെ നീ നന്നായി കെയർ ചെയ്യുമായിരുന്നു. യഥാർത്ഥ സ്നേഹം ഞാൻ അറിഞ്ഞു തുടങ്ങിയത് നിന്നിൽ നിന്നൊക്കെയാണ്. ഈ ജോൺ കീറ്റ്സിന്റെ ഒരു കവിതയിൽ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പാടിയിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ. ജോൺ കീറ്റ്സ് മലയാളത്തിൽ അല്ല, ഈ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അല്ല, ഈ സ്നേഹം വേണ്ട. പണ്ട് നീ കവികളുടെ പേര് കാണാതെ പഠിച്ച് പറയുമായിരുന്നു. മര്യാദയ്ക്ക് ഒരു ഒറ്റ വരിയെങ്കിലും ചൊല്ലാൻ നിനക്കറിയോ? ആ പഴയ നമ്പറൊക്കെ തന്നെയാണല്ലേ എപ്പോഴും. പെണ്ണുമ്പിള്ളയുടെ മുമ്പ് ഈ തരികടയൊക്കെ കാണിച്ചാ പിടിച്ചു നിൽക്കുന്നത്. അവള് മുടിഞ്ഞ ഇംഗ്ലീഷാടേ. നിനക്കറിയാലോ, മദാം എന്നല്ലേ അവളെ കോളേജ് വെച്ച് വിളിച്ചിരുന്നത്. നിമ്മി, നമ്മുടെ കോളേജ് മാഗസിനിൽ കവിത എഴുതിയ മഹാകവി ചന്ദ്രമോഹൻ തമ്പി നിനക്ക് ഓർമ്മയില്ലേ? മഹാകവിയോ? ഓ, തന്റെ ചന്തുവിനെ കളിയാക്കുന്നതാ. മനസ്സിലായി. സങ്കല്പത്തിലെ ഭാര്യയെ കുറിച്ച് എഴുതിയതല്ലേ? അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ, നമുക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങള്. ആ കവിത നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ തുടക്കം മറന്നുപോയി. മഴ പോലെ പെയ്യുന്ന മധുവാണവൾ. അങ്ങനെയല്ല, ഈണത്തിൽ പാടണം. മഴ പോലെ പെയ്യുന്ന മധുവാണവൾ, പുഴ പോലെ ഒഴുകുന്ന അഴകാണവൾ. വളരെ നന്നായിട്ടുണ്ട്. സരസ്വതി അമ്മ അറിഞ്ഞില്ലേ മകന്റെ പുതിയ വിശേഷങ്ങള്? ആ പെണ്ണിന്റെ തന്ത അവളുടെ അമ്മയെ കളഞ്ഞിട്ട് വേറെ പോയി കെട്ടിപ്പോലും. അതിലുണ്ടെന്ന് 4 മക്കള്. ഇല്ലച്ചാ, അത് നാട്ടുകാർ വെറുതെ അപവാദം പറയുന്നതാണ്. അതിലെല്ലാം കൂടെ 2 മക്കളേ ഉള്ളൂ. അത് 2 ആണുങ്ങളാ. അത് നന്നായി. പിന്നെ അന്തസ്സോടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. 4 നേരം സുഭിക്ഷമായ പട്ടിണി. മനഃപൂർവ്വം ആരെങ്കിലും പട്ടിണി കിടക്കുക വെച്ചാ റേഷൻ വാങ്ങിക്കാൻ കാശില്ലാഞ്ഞിട്ടാ. നീ എല്ലാം പോസിറ്റീവായി ചിന്തിക്കൂ. കാരണം അവളുടെ അടുത്ത് മയങ്ങി കിടക്കല്ലേ. ചന്ദ്രു, യു ക്യാൻ ഗെറ്റ് എ വൈഫ് ഹു ഹാസ് എ പ്ലീസിംഗ് ഫേസ്, ബട്ട് ടു ഗെറ്റ് എ ഗുഡ് ഹാർട്ടഡ് വൈഫ് ഇസ് റെയർ. ഈ ഇംഗ്ലീഷ് എന്റെ സ്വന്തമാണ് കേട്ടോ. എന്റെ കാര്യത്തിൽ നീ പറഞ്ഞ രണ്ടാമത്തെ കാര്യം തെറ്റി. നല്ല ഒന്നാം തരമായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്തെടുത്തൊരു ഹൃദയമാ എന്റെ ഭാര്യയുടെ. മനസ്സിലായില്ലല്ലേ? ഹൃദയം തുറന്ന് കേടുപാടുകളൊക്കെ മാറ്റി നന്നായി ക്ലീൻ ചെയ്ത് തിരിച്ചടച്ചതാ. യു മീൻ ഓപ്പൺ ഹാർട്ട്? പാവം, എത്ര സിമ്പിളാ. നിന്റെ ഭാര്യയാവുമ്പോ നിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എന്തെല്ലാം കാട്ടിക്കൂട്ടണം. കണ്ടില്ലേ എന്റെ വൈഫ് മക്കളും? അവൾ ഇന്ന് വരെ പണം ചെലവാക്കുന്നത് ഞാൻ കണ്ടിട്ടേ. only credit cards, very visually. But she is really good hearted. അവളുടെ ഹൃദയത്തിന്റെ വാൽവിനെന്തോ ഉളുക്കാണ് പോലും. ഹാർട്ടിന്റെ വാൽവിന് പ്രോബ്ലം വന്നാൽ അവളുടെ ജീവൻ തന്നെ ഹൈ റിസ്കിലെന്നാ. എടാ, നിന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾക്ക് കഴിയില്ല. അതറിയോ നിനക്ക്? എന്നിട്ടാണ് മണിമണി പോലെ 3 എണ്ണത്തിന് പെറ്റിട്ടത്. നീ ആരോടാ സംസാരിച്ചത്? ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തതാ. ചന്ദ്രു, ഞാൻ പറയുന്നൊന്നും നീ ശ്രദ്ധിക്കുന്നില്ലേ? നിനക്കങ്ങനെ നിർബന്ധമില്ലല്ലോ, പറഞ്ഞുകൊണ്ടേയിരിക്കും. പണ്ട് പോലെ അങ്ങനെയല്ലേ? സ്മിതയല്ലേ? അല്ല, ഞാൻ ഇന്ദു. ഞാൻ റീന. കള്ളം. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഈ ഫേസ് ഒന്ന് സൂക്ഷിച്ചു നോക്കി. നമ്മൾ നേരത്തെ പരിചയക്കാരില്ലേ? ഞാൻ ഇയാൾ ആദ്യമായിട്ട് കാണാണല്ലോ. നീ കണ്ടിട്ടുണ്ടോടി? ഇല്ലില്ല, എനിക്കൊരു പരിചയമില്ല. ഞാനും ആദ്യമായിട്ട് കാണുവാ. ഇയാള് വെറുതെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയരുത് കേട്ടോ. അതും ഒരു ജെന്റിൽമാന്റെ. ആ കുട്ടികളെ നിനക്കും അവർക്ക് നിന്നെ അറിയില്ല. വിട്ടേക്ക്. അതാ ഞാനും വിചാരിച്ചത്. ഏകദേശം ഒരാളെ പോലെ 9 പേരുണ്ടാവുന്നല്ലേ പറയാറുള്ളത്. അതിലേതെങ്കിലും ഒന്നായിരിക്കും. ചെന്നാട്ടെ, ആള് തെറ്റിയതാ. ജികെ നല്ല സ്നേഹമുള്ളവനാ. പക്ഷെ ആ സ്നേഹം എല്ലാ പെണ്ണുങ്ങൾക്കും വീതിച്ചു കൊടുക്കും. അതാ പ്രശ്നം. നിമ്മി നിന്നെ നന്നായി മനസ്സിലാക്കിയോണ്ട് കുഴപ്പമില്ല. അല്ലേലും ഇത്തരം തമാശകളൊക്കെ ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകും ഞാൻ. അതവൾക്കറിയാം. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ദുബായിൽ വാ. ഒരു 10 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. ടിക്കറ്റ് മിസ്സേജ് ഞാൻ അയച്ചുതരാം. എടാ, നിന്റെ ഉണ്ടായിരുന്ന ആ പഴയ ബെൻസ് കൊടുത്തോ? അതെപ്പോഴേ മാറി. ലെക്സസ് എടുത്തോ? എടാ, നിന്നോട് ഞാൻ എന്താ പറയുന്നത്? വിനയൊക്കെ നല്ലത് തന്നെ, ഓവറാക്കരുത്. BMW എടുത്തല്ലേ? അതിനേക്കാൾ ടോപ്പാ വെസ്പ. അതും സ്വന്തമല്ല, ലിസമ്മയുടെ അങ്കിളിന്റെ. തങ്കച്ചൻ മുന്നില്, ഞാൻ പിന്നില്. കാര്യങ്ങളൊക്കെ നീ വിചാരിക്കും പോലെയൊന്നും അല്ല ജികെ. എന്റെ വിവാഹം, ജീവിതം ഇതൊക്കെ വേറെ സ്റ്റൈലാ. ലിസമ്മയെ കെട്ടിയതോടെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു.
അച്ഛനോട് തെറ്റി. ഇന്നിപ്പോ ബെൻസും BMW ഒന്നും എനിക്കില്ല. ആകെ ഉള്ളത് ദാ ഒരു ഭാര്യയും 3 മക്കളും. സോറിടാ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ആരൊക്കെ കൈവിട്ടാലും നിന്റെ ഒപ്പം ഞാനുണ്ട്. നീ വാങ്ങിത്തന്ന ദോശയും ചായയും ഒക്കെയാടാ ഈ ശരീരത്തിൽ. എന്താവശ്യവും നിനക്ക് എന്നോട് പറയാം. കാശ് എണ്ണി വാങ്ങുമ്പോ ഒരു ഉറപ്പില്ലാത്തല്ലോ. പറയടാ, എപ്പോ തരും? പറയടാ. ബ്ലേഡ് ഫിലിപ്പോസ് അവിടെ നിൽപ്പുണ്ട്. എന്ത് ചെയ്യാ, മുങ്ങണോ? മുങ്ങല്ലേ? വേണ്ട, കണ്ടേക്കാം. പലിശ പോലും 5-6 മാസമായിട്ട് മുടങ്ങി കിടക്കില്ല. അതെ, ഒരു അവധി കൂടി ചോദിക്കാം. അവധിയല്ലേ ചോദിക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റില്ലല്ലോ. മതി. പറയടാ. ഹലോ ഫിലിപ്പോസേ. നിന്നെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതാ. ഓടിക്കളയരുത്, അറിയാലോ മോനെ. ഇന്നത്തെ കണി എന്തായാലും കൊള്ളടാ. പിടികിട്ടാ പുള്ളികളെല്ലാം മുന്നിൽ വന്ന ചാടിയേ. എന്റെ പൊന്നു മാഷേ, നിങ്ങളൊക്കെ വലിയ കുടുംബക്കാരും ജമ്മികളും അല്ലേ? നമ്മളെ പോലുള്ള പിച്ചക്കാരുടെ കയ്യിൽ നിന്ന് പലിശക്ക് പണം വാങ്ങിട്ട് ഇപ്പം മുതലില്ല, പലിശ ഇല്ല. എന്തിനാ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കണേ? നാണക്കേടല്ലേ മാഷേ? ആട്ടെ, എന്തുട്ടേ പെട്ടിക്കുള്ളില്? അത് ഒരു ജോഡി ഡ്രസ്സും ഷേവിംഗ് സെറ്റുവാ. അല്ലത് GPയിൽ അടയ്ക്കാനുള്ള പണം. ഹരിചന്ദ്രന്റെ മൂത്ത പുത്രൻ. ഹായ്, ചോക്കുമലയിൽ ഇരുന്നിട്ടാണ് മാഷെ ചോക്ക് അന്വേഷിച്ചെടുക്കണേ. ഈ കാശ് എന്റെ ഇടപാടങ്ങ് തീർക്കും മാഷെ. അയ്യോ, ഇത് കണക്കിലുള്ള പൈസയാ. അതെന്തുട്ട് പറത്തില്ല മാഷെ. അപ്പൊ എന്റെ പൈസക്ക് കണക്കും വഴക്കൊന്നും ഇല്ലയോ? അതെ, കുറച്ചു മുമ്പ് താൻ എന്താ പറഞ്ഞേ? പിടികിട്ടാ പുള്ളികളൊന്നും. എടോ, വാക്കുകൾ പ്രയോഗിക്കുമ്പോ അതിന്റെ അർത്ഥം അറിഞ്ഞു വേണം പുലമ്പാൻ. തന്റെ ഇദ്ദേഹം കോടികളൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. പണം അടുത്ത മാസം തരും. അദ്ദേഹം തന്നെ ഞാൻ തരും. എന്തുട്ടാ? പലിശയെങ്കിലും തരും. ഉറപ്പാണോ? ഉറപ്പാ. പക്ഷെ ആ പോകുന്നതിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നാ പോകാ ലോഹിതാക്ഷ. ഹരിചന്ദ്രന്റെ മൂത്ത പുത്രന്റെ പേരാ ലോഹിതാക്ഷ. മാഷെ, ഒരെണ്ണം ചാമ്പന്നോ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഇതൊക്കെ പണക്കാരന്റെ ഹോബിയല്ലേ? അയ്യോ മാഷെ, അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഇപ്പൊ ഇത് പാവപ്പെട്ടവരാ കൂടുതൽ അടിക്കുന്നത്. പത്രത്തിലൊക്കെ കണ്ടില്ലേ? ഭാരതപ്പുഴയിൽ ഒഴുകുന്ന വെള്ളത്തിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ ജനങ്ങൾ കുടിക്കുന്ന മദ്യത്തിന്റെ അളവ്. അതിലെങ്കിലും നമുക്ക് 1ാം സ്ഥാനം കിട്ടിയില്ലേ? എന്തായാലും എനിക്ക് ആ 1ാം സ്ഥാനം വേണ്ട. എന്റെ അവസ്ഥ അതിന് യോജിച്ചതുമല്ല. മാഷ, അവസ്ഥയൊക്കെ മാറും. മാഷ് മനസ്സ് വെച്ച നല്ലൊരു കോളുണ്ട്. കേട്ടിട്ടില്ലേ? റിയൽ എസ്റ്റേറ്റ്. നല്ല വരിശ മാഷെ. അതിനൊക്കെ ഒരുപാട് കഴിവ് വേണ്ടേ? പണം വേണ്ടേ? പണം ഒട്ടും ആവശ്യമില്ലാത്ത ബിസിനസ്സാണ് മാഷെ റിയൽ എസ്റ്റേറ്റ്. വല്ലവന്റെയും വസ്തു, വല്ലവന്റെയും പണം. നമ്മൾ ചുമ്മാ ഒന്ന് ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മതി. ഇടപാട് നടന്നാൽ ലക്ഷങ്ങൾ കിട്ടും. അതും മേലനങ്ങാതെ. അല്ല, അതിപ്പോ ഒരു മുൻപരിചയമില്ലാതെ. ഇതിനൊക്കെ എന്താ മാഷ് ഇത്ര ആലോചിക്കാതിരിക്കുന്നത്? മാഷ് റെഡിയാണെങ്കിൽ പറ, നാളെ തന്നെ ഉദ്ഘാടനം. ചന്ദ്രു റിയൽറ്റേഴ്സ്. അതൊക്കെ ലിസമ്മയായിട്ടൊന്നും ആലോചിക്കാതെ എങ്ങനെ? പെണ്ണുങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെതിരെ പറയുള്ളൂ. നിങ്ങളുടെ വാമനൻ പണ്ട് മഹാബലിയുടെ വസ്തു സ്വന്തമാക്കിയില്ലേ? അത് പെണ്ണുങ്ങളോട്ട് ആലോചിച്ചിട്ടാണോ? കോടാലി എറിഞ്ഞ് കോടികൾ വിലയുള്ള കേരളം പരശുരാമം ഉണ്ടാക്കിയില്ലേ? അത് വീട്ടുകാരോട്ട് ആലോചിച്ചിട്ടാണോ? അല്ല. ഇതുപോലെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് മാഷെ. പിന്നെ എനിക്ക് പോലും ഇതൊന്നും അറിയില്ലായിരുന്നു. ഇതെവിടെ കിട്ടി? 2 അടിച്ചപ്പോ കിട്ടി. അതുകൊണ്ട് കോടികൾ ഉണ്ടാക്കാനുള്ള അവസരം മാഷ് പാഴാക്കി കളയരുതെന്ന് എനിക്ക് പറയാനുള്ളത്. മുഴുവൻ തീർക്കില്ലേ? ഞാൻ പറയുന്നേ, ഇങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാ. ശരി ശരി. ഇവരൊക്കെ ഈ വസ്തുവുമായി ബന്ധപ്പെട്ട ബ്രോക്കർമാരാ. ഇദ്ദേഹം ഒരു പോസ്റ്റ് മാസ്റ്റർ. നമസ്കാരം. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. നല്ലോണം സംസാരിച്ചോളൂ. സാറിന്റെ ഒരു വർത്തമാനം പോലെ ഇരിക്കല്ല, ഹൈ ലെവൽ പാർട്ടിയാ വരുന്നത്. സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉടനടി കച്ചവടം. ഐശ്വര്യമായിട്ട് തന്നെ സാറ് കാല് വെച്ചട്ടെ. എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. പക്ഷെ ഞാനെന്താ പറയേണ്ടതെന്ന്? വേറൊന്നുമില്ല. ഈ സ്ഥലം വളരെ മനോഹരമാണ്. സർക്കാരിന്റെ പല പ്രോജക്റ്റുകളൂടെ വരാൻ പോകുന്നു. സിവിൽ സ്റ്റേഷൻ, ആ സ്റ്റേഷൻ, ഈ സ്റ്റേഷൻ, മറ്റേ സ്റ്റേഷൻ എന്നൊക്കെ അങ്ങ് തട്ടി വിടണം. പറയുമ്പോ അവർക്ക് വിശ്വാസമാവണം. അറിയാമെങ്കിൽ അല്പം സ്വല്പം ഇംഗ്ലീഷും കൂടെ ആവാം. എത്തി. അയ്യോ, ദൈവമേ, കോടികളാ വരുന്നത്. അങ്കച്ച, അത് അച്ഛന്റെ കാറാ. ആണോ? അതിനെന്താ? അതിനകത്ത് അച്ഛനായിരിക്കും. അങ്ങനെ ആവണോ? നിർബന്ധമില്ല. നിർബന്ധമുണ്ട്. അത് അച്ഛനാ. ഞാൻ പോവാ. മാഷേ, പോരുത്. എന്തായി കാണിക്കുന്നത്? മാഷേ, നമ്മൾ മാന്യമായ ഒരു ബിസിനസ് അല്ലേ ചെയ്യുന്നത്? അല്ലെ, അച്ഛനോട് പറ കുറച്ച് കാശും ചേരാൻ. അച്ഛൻ ബെൻസിൽ സഞ്ചരിക്കുമ്പോ മോനൊരു ഓട്ടോറിക്ഷയ്ക്കെങ്കിലും വേണ്ടേ? നമസ്കാരം.
നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ മുമ്പ് ഇങ്ങനെ ഒരു വേഷം കെട്ടാ എനിക്ക് വയ്യ. അച്ഛനെ കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. മാഷ് കണ്ണം കടച്ചാ മതി. എന്നിട്ട് അച്ചായം പറഞ്ഞ തട്ടി വിട്ടേക്കണം. ലക്ഷങ്ങൾ മേടിക്കാനുള്ളതാ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. മാഷ് ധൈര്യമായിട്ടിരിക്കും. മാഷിനൊരു പ്രശ്നം ഉണ്ടാകുന്നവരെ ഞങ്ങൾ കൂടെ കാണും. രക്ഷപ്പെടാൻ ഒരു വഴി നോക്കി. അപ്പൊ സാറേ, ഇതാണ് നമ്മുടെ സ്ഥലം. സാറ് സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണണം. പിന്നെ സാറേ, നമ്മുടെ ഇവിടുത്തെ ഇടപാടൊക്കെ ഡീൽ ചെയ്യുന്നത് ലാ സാറാ. സാറേ വരണം. ചെന്ന് ബിസിനസ് സംസാരിക്കും മാഷേ. കണ്ണു അടച്ച് അന്തം വിട്ടങ്ങ് പറഞ്ഞേര് മാഷേ. സർക്കാരിന്റെ വിവിധ കർമ്മ പരിപാടികളുടെ ഭാഗമായി ബൃഹത്തായ പല പ്രോജക്റ്റുകളും ഇവിടെ ആരംഭിക്കാൻ തത്വത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഈ ഭാഗത്തായി പുതിയൊരു സിവിൽ സ്റ്റേഷനും ഫയർ സ്റ്റേഷനും ആരംഭിക്കും. ആ വശത്തായി റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഈ വശത്തായി ബസ് സ്റ്റേഷൻ, അനുബന്ധ സ്ഥാപനങ്ങളുടെയും തറക്കല്ലിടിൽ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഹലോ പോസ്റ്റ് മാഷേ, കച്ചവടം ഉറപ്പിച്ചോ? എത്ര ലക്ഷം കിട്ടും? ലക്ഷം മറ്റോടത്തെ പണിയോടെ കാണിച്ചത്. കോടീശ്വരനോടെ വന്നിട്ട് പോയത്. അന്നെ ഇന്ന് ഞാൻ ഒരു ഇറങ്ങിയിരിക്കുന്നു. ഓരോ പിച്ചും പേയും വിളിച്ചു പറഞ്ഞു കിട്ടാനുള്ള ലക്ഷം കേട്ടാൻ തുറച്ചില്ലേ? സമാധാനായില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ഈ പ്രദേശം വികസനത്തിന്റെ പാതയിലാണെന്ന് പറയണമെന്ന്? പറഞ്ഞില്ലേ? എന്നാലും കുറെ കടുത്തുപോയി മാഷ. ഈ കുന്നും പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ. ആദ്യത്തെ കച്ചവടം നടക്കട്ടെ എന്ന് കരുതി. ബോട്ട് ജട്ടി വരുമെന്ന് പറയായിരുന്നത് ഭാഗ്യം. ബോട്ട് ജട്ടിയല്ല, ബോട്ട് ജെട്ടി. ജെട്ടി ജെട്ടി. ഓ ജട്ടി. ഇയാളെ ശരിക്കെന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? വല്ലതും പറ്റിയോ? ഒന്നുമില്ല, ലേശം പെയിന്റ് പോയി. ചോര കണ്ടു. ഓ നടു. അതെ, കയ്യിലെന്താ പറ്റിയെന്ന് ചോദിക്കില്ലേ? സ്കൂട്ടറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വേണം, ഒരു ചെറിയ പോറലെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തങ്കച്ചൻ വരുന്നില്ലേ? വാ, ഒരു രക്ഷയ്ക്ക്. എന്റെ പൊന്നു മാഷ, ഞാൻ ഇപ്പൊ അകത്തോട്ട് വന്ന എന്റെ ശരീരം മുഴുവൻ ഇതുപോലെ പ്ലാസ്റ്റർ ഇടേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഞാൻ ആ മാഷ വഷളാക്കുന്ന ലിസമ്മ പറയുന്ന. ഗുഡ് നൈറ്റ്. തങ്കച്ചൻ മക്കളെ, ഭയങ്കര പഠിത്തമാണല്ലോ. നിസമ്മ, നീയും പഠിക്ക. എനിക്ക് മനസ്സിലായി, സ്കൂട്ടറിൽ നിന്ന് വേണത് അറിഞ്ഞല്ലേ? ദേ, കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു മുറിവേ ഉള്ളൂ. എന്ത് പറ്റി? എല്ലാവരും മൗനവ്രതത്തിലാണല്ലോ. നിസമ്മേ, എന്തെങ്കിലും പ്രാർത്ഥന? ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചോളൂ. ഞങ്ങളാരും കഴിക്കുന്നില്ല. ഗുഡ് നൈറ്റ്. ഇവരെന്താ സിം ബ്യൂട്ടി ആവാൻ പോവുക? നിസമ്മേ, ഈ പിള്ളേർക്ക് എന്ത് പറ്റി? ആഹാ, ഇതാണോ കാര്യം? ഇതൊരു നിസ്സാര കാര്യമല്ലേ ലിസമ്മേ? ഇതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ കഴിക്ക്. ആഹാരത്തിനോട് സമരം ചെയ്യാൻ പാടില്ലെന്ന് മഹാകവി പാണ്ഡുരംഗം പറഞ്ഞിട്ടുണ്ട്. ആ പദ്യം നീ ഇവർക്ക് ചൊല്ലിക്കൊടുത്തിട്ടില്ലേ ലിസമ്മേ? ഇനി പറയാം. കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പ്രയാസമാണ്. എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം വന്നേ പറ്റൂ. ശരി, അത് ചന്തുവിന്റെ പക്ഷം. ഇനി ഞാൻ പറയട്ടെ, എനിക്കും പിള്ളേർക്കും വേണ്ടി കാണിക്കുന്ന ഈ ആഡംബരം ഒന്ന് കുറച്ചാ മതി. കിട്ടുന്ന ശമ്പളം കൊണ്ട് തികഞ്ഞോളൂ. നമ്മൾ കല്യാണം കഴിച്ച് മാറി താമസിച്ചപ്പോൾ അച്ഛൻ എന്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞെന്താ? നീ തെണ്ടി തിരിയും, പിച്ചക്കാരനായി തിരിച്ചു വരും എന്നൊക്കെ അല്ലേ? അതെന്തായാലും സംഭവിക്കാൻ പാടില്ല. എന്റെ ഭാര്യ മക്കൾ നന്നായി ജീവിക്കണം. അച്ഛനെ പോലെ പറ്റിയില്ലെങ്കിലും ഒരു കാൽഭാഗം അച്ഛനെങ്കിലും എനിക്കും ആവണ്ടേ? പിള്ളേർക്ക് കാര്യം മനസ്സിലായി. രണ്ടെണ്ണം അടിച്ചിട്ട് കുറെ ദിവസമായി. നിനക്ക് വേണോന്ന് ഞാൻ ചോദിക്കുന്നില്ല, വേണമെങ്കിൽ കഴിക്കാം. അപ്പുറത്ത് പോയിരുന്നു.
എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങണമെന്ന് കരുതുന്നു. പണം പോരാ എന്നൊരു തോന്നൽ. 1-2 ഐഡിയാസ് ഉണ്ട്, ഞാൻ പറയാം. സത്യസന്ധമായ അഭിപ്രായം പറയണം. ഈ റിയൽ എസ്റ്റേറ്റ് എങ്ങനെയുണ്ട്? ഹേയ്, അച്ഛനത് ശരിയാവില്ല. ഈ സത്യസന്ധതയും പങ്ക്ച്വാലിറ്റിയും വാക്ക് പറഞ്ഞ പാലിക്കലും ഒന്നും അവിടെ നടക്കില്ല. ഓക്കെ, നിന്റെ ഇനി വയസ്സുകാലത്ത് വസ്തുതരവും കൊണ്ട് ഇറങ്ങാൻ പോവാ? മോളൊന്നും പറഞ്ഞില്ല. അതൊന്നും വേണ്ടച്ചാ, വീട്ടിലൊക്കെ അറിഞ്ഞാ നാണക്കേടാ. ഓക്കെ ഓക്കെ, അത്രയും നാണം കെട്ട കാര്യമാണല്ലോ അത്. എന്നാൽ അതാണ് ഈ കുടുംബത്തിലെ മൂത്ത പുത്രൻ ചെയ്യുന്നത്. ഇന്ന് കമ്പനിക്ക് വേണ്ടി ഞാൻ ഒരു സ്ഥലം കാണാൻ പോയി. അതിന്റെ ബ്രോക്കർ ചന്ദ്രമോഹൻ തമ്പി അദ്ദേഹമായിരുന്നു. ഒരു കാര്യം മനസ്സിലായി, അവനെ കൊണ്ട് അതിനും കൊള്ളില്ല. ആ മൊട്ട കുന്നുംപുറത്ത് എന്തൊക്കെ സ്റ്റേഷൻ വരുമെന്ന അവ വിളിച്ചു പറഞ്ഞത്. ഇങ്ങനെ പരിഹസിക്കരുത്. സ്വന്തം മകന്റെ ജീവിതം തകരുന്നത് കണ്ട നിങ്ങൾ ചിരിക്കുന്നത്. ജീവിതമോ? അവനോ? അതെന്നേ തീർന്നതാ. അത് ശരിയമ്മേ, ഒരു ഫോട്ടോയിൽ മാലയിട്ട് കൊന്നു വെച്ചിരിക്കല്ലേ? അതിന് മാത്രം വലിയ കൊലക്കുറ്റം ഒന്നും എന്റെ മോൻ ചെയ്തിട്ടില്ല. ഇനി ആ മാല അവന്റെ ഫോട്ടോയിൽ കിടക്കാൻ പാടില്ല. അവന്റെ ഫോട്ടോയിൽ ഒരു മാലയും തൂക്കിയിട്ട് അത് നോക്കി ആനന്ദിക്കല്ല ഞാൻ. വേദനയടി മനസ്സിൽ, ഒരു അച്ഛന്റെ വേദന. എന്താ, അമ്മമാർക്ക് മാത്രമേ മക്കളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കാനും ദുഃഖിക്കാനും ഒക്കെ അവകാശമുള്ളൂ? അച്ഛന്മാർക്കൊന്നും പാടില്ലേ? ഞങ്ങൾ എന്താ മനുഷ്യരല്ലേ? മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു തന്തയാ ഞാൻ. ആ എന്റെ ഏതെങ്കിലും ഒരു ആഗ്രഹം അവൻ സാധിച്ചു തന്നിട്ടുണ്ടോ? എന്താ, വക്കീലന്മാരുടെ തൊണ്ടയിലെ വെള്ളം പറ്റിപ്പോയോ? അച്ഛ, ഏട്ടന്റെ പൈസക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ സഹായിച്ച പുണ്യം കിട്ടും. ഏട്ടനായിട്ട് അച്ഛനൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അച്ഛൻ മക്കൾക്ക് കൊടുക്കേണ്ടത് ഇഷ്ടദാനമാണോ ഭിക്ഷയാണോ? ഭിക്ഷയാണെങ്കിൽ കൊടുത്തേക്കാം, പക്ഷെ അത് നിന്റെ ഏട്ടൻ വാങ്ങില്ലല്ലോ. പിന്നെ സ്നേഹത്തോടെ കൊടുക്കാൻ. അങ്ങനെ ഒരു സ്നേഹം ഇനി തോന്നണമെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിക്കണം. മാഷേ, മാഷിത് എവിടെ പോയി? മാഷ എവിടെ പോയി? മാഷ് പോയി. ട്രാൻസ്ഫർ വാങ്ങിപ്പോയോ? നിങ്ങളെ പേടിച്ച് മാഷ് കാസർകോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി. നീ എന്താ മൊയ്തീന എന്തോ കളഞ്ഞാനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? ഓ, സീറ്റ് കാലി. അവൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ടില്ല. ഗൾഫിൽ നിന്ന് അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. എന്താ അങ്ങോട്ട് പോയി സീലടിക്കുന്നോ? ശവത്തെ കുത്തരുത്, ഞാൻ ലോങ് ലീവ് എടുക്കാൻ പോവുക. നല്ലൊരു ഭാഗ്യോട്ട് ഒരു മാഷ എവിടെ പോയി കിടക്ക? മാഷേ, മാഷേ. ആഹാ, ഇവിടെ ഒളിച്ചു നിൽക്കായിരുന്നോ? ഇയാളെ പേടിച്ചിട്ടാ. അയ്യേ, എന്റെ മാഷക്ക് ദോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുവോ? കാശിന്നൊരു സന്യാസി. വേണ്ടത് എന്റെ ലിസമ്മയ്ക്ക് മക്കൾക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ഞാനില്ല. അയ്യോ, ഇത് അങ്ങനല്ല. സകല വിഷമങ്ങൾ ഒന്നോടെ തീരും. എന്താ കൂട്ടാത്മഹത്യയാണോ? തമാശകളെ മാഷെ, ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രശ്നം സീരിയസ് ആണ്. ഹലോ. ലിസമ്മ, ഞാനാ തങ്കച്ചൻ. എന്താ അങ്കിളെ? ഞാനിതാ മാഷെ കൊടുക്കാം. എന്താ ഇത്? വീട്ടിൽ ശങ്കിരിപ്പുണ്ടോ? ഒരെണ്ണം കാണും. വലം പിരിയാണോ ഇടം പിരിയാണോ? അതെനിക്കറിയില്ല. ചോദിക്കേ. ലിസമ്മ, വലം പിരിയാണോ ഇടം പിരിയാണോ? ആരുടെ പിരിപോയ കാര്യ ചന്ദ്രു ചോദിക്കുന്നേ? അതല്ല, അവിടെ ഇരിക്കുന്ന ശങ്കില്ലേ, അത് വലം പിരിയാണോ ഇടം പിരിയാണോ എന്ന്. വലംപിരി. ആ, വലംപിരി. നമ്മുടെ മാഷ് കോടീശ്വരനായി. നമ്മുടെ മാഷ് കോടീശ്വരനായി. നമ്മുടെ മാഷ് കോടീശ്വരനായി. നമ്മുടെ മാഷ് കോടീശ്വരനായി. അങ്കിളെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്റെ ഈ പ്രായത്തിൽ എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചോ. സായിബന്മാർക്ക് ശങ്ക എന്തിനാ? അവർ 5 കോടി രൂപ കൊടുത്ത് നിന്റെ തന്തയുടെ ഇത് വാങ്ങി അടുപ്പി കൊണ്ടുവച്ച് പുഴുങ്ങും. എന്നിട്ട് കഷ്ണം കഷ്ണങ്ങളാക്കി വിഴുങ്ങും. കുറെ വെള്ളവും കുടിക്കും. മോന്റെ സംശയം തീർന്നോ? അങ്കിള് നിന്നെ വാരിയതാ. പിന്നെ വാരാതെ ബാക്കിയുള്ളവരോട് വേവ് കയറി നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു ശംഖ് വിളി. അയ്യോ, സ്വാമിമാര് വന്നു. കയറി പൊക്കോത്തേക്ക് സ്വാമി. നമസ്തേ സ്വാമി, അകത്തേക്ക് വന്നാലും. എന്റെ ശംഖ് സ്വാമി.
ശംഖ് നന്നായി ശുദ്ധം ചെയ്തല്ലോ. പാല് കവർ പാലാണോ അതോ റബ്ബർ പാൽ? അല്ല ആട്ടുപാൽ, അല്ല എരുമപ്പാൽ. എന്ത് പാലാ മാഷേ? നല്ല പശുമ്പാല. എന്നാ കർത്താവിനെ വിചാരിച്ചു, എന്നാ ശ്രീകൃഷ്ണനെ വിചാരിച്ച, അല്ല ആരെങ്കിലും ഒക്കെ വിചാരിച്ച് ആ പാലി ശങ്കിൽ ഉള്ളിലേക്ക് ഒഴിക്കേ. ഭഗവാനെ, ഒഴിക്കട്ടെ. എന്താ ഇതൊക്കെ? എനിക്കൊന്നും അറിയില്ല, എല്ലാം നിന്റെ അങ്കിളിനോട് ചോദിക്കും. എന്ത് കുരിശാ അങ്കിളെ ഇതൊക്കെ? ഇത് നിന്റെ ജീവിതം ഭാസുരമാക്കാനുള്ള കുരിശ്, സ്വർണ്ണ കുരിശ്. 30 മിനിറ്റിനുള്ളിൽ ഈ പാല് തൈരായാൽ. ബാക്കി പറയണ്ട പറഞ്ഞ ആരും വിശ്വസിക്കില്ല. 2 കോടി രൂപ കിട്ടും. അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അവര് കാണാതെ ഇത്തിരി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച എപ്പ തൈരാന്ന് ചോദിച്ചാൽ മതി. അച്ഛനൊത്തിരി കാശും കിട്ടും. മിണ്ടാതിരിയടാ. മിൽമ പാല് മതിയായിരുന്നു, കവർ പൊട്ടിക്കുമ്പോഴേ പിരിഞ്ഞ് തൈരായനെ. ബാഡ് ലക്ക്. ഇത് ഒറിജിനൽ അല്ല. അല്ലേ കർത്താവേ, പാലൊഴിക്കുന്നതിന് ആദ്യമേ തൈരൊഴിച്ചാൽ മതിയായിരുന്നു. എന്റെ 1 കോടി പോയി. അതെങ്ങനെ തങ്കച്ചന്റെ 1 കോടി പോയത്? 2 കോടി അവർ തൈരായാൽ തരാമെന്ന് പറഞ്ഞിരുന്ന വില. അത്രയും ഓസിന് കിട്ടിയാൽ 1 കോടിയെങ്കിലും മാഷ് എനിക്ക് തരില്ലേ? 1 കോടിയാ പോയെന്ന് പറഞ്ഞത്. എന്റെ മാനവും സമാധാനമായല്ലോ. കൃഷ്ണ, കർത്താവേ, പടച്ചോനെ, ആരെങ്കിലും ഒരാൾ രക്ഷിക്കണേ. ചന്തു, ഇതെന്ത് പൂജയാ ഈ അർദ്ധരാത്രിയില്? ഇതാണ് റൈസ് പുള്ളർ. പല വിദേശ രാജ്യങ്ങളിലും ഭയങ്കര മാർക്കറ്റുള്ള രഹസ്യ സംഭവം. ഇതും തങ്കച്ചൻ പറഞ്ഞതാ. നമുക്കുള്ളതൊക്കെ മതി, ആവശ്യമില്ലാത്ത ഏടാവടത്തിനൊന്നും പോകണ്ട. ഇതിപ്പോ ആരറിയാനാ? നീയും ഞാനും തങ്കച്ചനും പിന്നെ ഈ പാവ ഉരുളി. കോടികൾ വില കൊടുത്ത സായിപ്പന്മാർ ഇത് ഇവിടുന്ന് കടത്തുന്നത്. നല്ല പഴക്കമുള്ള ഓട്ടുപാത്രങ്ങളിൽ എന്തോ കെമിക്കൽ ഉണ്ട് പോലും. അതറിയാനാ ഇങ്ങനെ പച്ചരിയിട്ട് നോക്കുന്നത്. സംഗതി ഓക്കെ ആണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഈ പച്ചരി തവിട് പൊടി ഭസ്മം. ചന്തുവിന് എന്താ പറ്റിയത്? ലിസമേ, ഇതുപോലെ എന്തെങ്കിലും ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടന്നേ പറ്റൂ. എനിക്കെന്തോ കേട്ടിട്ട് ആകെ പേടി തോന്നുന്നു. അതെന്തിനാ? ഇത് പന്നിന്റെ മുതലൊന്നുമല്ലല്ലോ. നമ്മുടെ ഉരുളി, നമ്മൾ വാങ്ങിയ പച്ചരി. പിന്നെന്താ? നീ പോയി കിടന്നുറങ്ങ. ഞാൻ ഈ ഉരുളിയിൽ നിന്നൊരു ജീവിതം കിട്ടുമെന്ന് നോക്കട്ടെ. ഭഗവാനേ. എന്നിട്ട് എന്തായമ്മേ, ഉരുളിയിലിട്ട പച്ചരി പൊടിഞ്ഞോ? ഇവളിത് ഉടനെ പോയി പിള്ളേരടുത്ത് പറഞ്ഞോ? അവരിനി നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുമോ എന്തോ. അരി പൊടിയാത്തന്റെ ദേഷ്യത്തില് അച്ഛൻ ഉരുളി താഴെ ഇട്ട് പൊട്ടിച്ചു. എടാ കേശു, നിനക്ക് ചെയ്യാൻ വച്ചിട്ടുണ്ട്. ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ കിടന്ന് ഗുണ്ടാഴ്ച കാണിക്കാൻ കാശ് കണ്ടിന് വലിയ തറവാടി നിൽക്കുന്നത്. മാഷ് പറിക്കുന്നുണ്ട്. കണ്ടില്ലേ പൈസ? അതെടുക്കരുത്. അടയ്ക്കുള്ള പൈസ എടുക്കരുത്. പോലീസിനെ വിളിക്കാം. പോലീസിനെ അറിയിച്ച കേസാവും. കേസായ നമ്മുടെ മാഷിന് പണി പോവും. നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം. എന്താപത്ത് വന്നാലും ആളായിട്ടും പണമായിട്ടും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് മാഷ്. അതാരും മറക്കണ്ട. ആ പണം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് എടുക്കാം. അവരെടുത്തോണ്ട് പോയത് 26,000 രൂപയല്ലേ? ഒരു 2,000 രൂപ ഞാൻ തരാം. എന്റെ 1 മാസത്തെ പകുതി ശമ്പളം ഞാനും തരാം. ഞങ്ങൾ എല്ലാവരും ഒരു 1,000 രൂപ വെച്ച് തരാം. എന്റെ 1 മാസത്തെ മുഴുവൻ ശമ്പളം ഇട്ടാലും തികയത്തില്ലല്ലോ. ഞാൻ മൊത്തം 5,000 രൂപ തരാൻ തങ്കച്ച. ഞാനൊരു 1,000 രൂപ. ഞാൻ 1,000 കൂടെ തരാം. എന്നാൽ അവർ തരുന്നോട് ഞാൻ
മാഷെ കേസും വഴക്കമൊന്നും വേണ്ട. ആ പോയ പണം ഞങ്ങൾ റീപ്ലേസ് ചെയ്തോളാം. മാഷ് വിഷമിക്കണ്ട. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇതുകൊണ്ടൊന്നും എൻ്റെ പ്രശ്നങ്ങൾ തീരില്ല. അല്ലേ തങ്കച്ച? ഓരോന്നായി പിറകെ പിറകെ വരും. ഇതും അങ്ങനെ ഒന്നാ. ബാങ്കിൽ നിന്ന് വീടിന്റെ ജപ്തി നോട്ടീസ്. അച്ചായ, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചതാ, എങ്ങനെയാണ് നമ്മുടെ മാഷക്ക് ഇത്രയും കടം കയറിയത്? കുടുംബത്തിന് വേണ്ടി കാണിക്കുന്ന ആർഭാടം തന്നെ ആവും കാര്യമില്ലേ? അച്ചായനൊന്ന് ഉപദേശിച്ചൂടെ? മാഷ് നിങ്ങൾക്കാർക്കും അറിയില്ല. നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചിരിച്ചോണ്ടുള്ള മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പെങ്ങടെ മോളാ ലിസമ്മ നിങ്ങൾക്കറിയാലോ. കല്യാണത്തിന് ഒരു തരി പൊന്നു പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പോരാത്തതിന് ലിസമ്മയ്ക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം, ആശുപത്രി, മരുന്നും ഓപ്പറേഷനും ഒക്കെ ആയിട്ട് ലക്ഷങ്ങൾ കുറേ ചെലവായി. അന്ന് കടം വാങ്ങിയ ലക്ഷങ്ങളുടെ പലിശയാ മാഷ് ഇന്നും കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തോ കുറച്ച് പണം ആശുപത്രി ചെലവായെന്ന് ലിസമ്മയ്ക്ക് അറിയൂ. അത്രയും മാഷ് പറഞ്ഞിട്ടുള്ളൂ. ഓരോ നിമിഷവും മുങ്ങിക്കൊണ്ടിരിക്കുക പാവം. പിന്നെ ദേ ബാങ്കിന്റെ നോട്ടീസ്. ലോൺ എടുത്ത് ആ വീട് മേടിച്ചത്. സോറി അച്ചായ. ഞാൻ ഈ റിയൽ എസ്റ്റേറ്റും വലംപിരി ശങ്കുമൊക്കെ പരീക്ഷിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, മാഷെ സഹായിക്കാനാ. അത് മാഷർക്കും അറിയാം. നിനക്കെന്ത് പറ്റി? എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ചേട്ടൻ വാ, ഇരിക്കേ. എന്താടാ? എല്ലാം ഞാൻ അറിഞ്ഞു. ഇനി എൻ്റെ ഏട്ടൻ ഒരു നാണക്കേടും ഉണ്ടാവരുത്. എത്രയാ വേണ്ടത്? ചന്ദ്രുവേട്ടൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണം. എഴുതിയെടുത്തോളൂ. ഞാനല്ലേ തരുന്നത്. ഇവിടെ ഗിൽറ്റി ഈഗോയും ഒന്നും വേണ്ട. ഇത് നിന്റെ പണമല്ലല്ലോ, അച്ഛൻ്റെ പണമല്ലേ. അത് അച്ഛനല്ലേ എനിക്ക് തരേണ്ടത്. എനിക്കിപ്പോൾ വേണ്ടത് സ്നേഹമുള്ള ഈ അനിയൻ്റെ സപ്പോർട്ടാണ്, ഒരു മെൻ്റൽ സപ്പോർട്ട്. നല്ലൊരു ജോലി തേടി ഞാൻ എവിടെയെങ്കിലും പോകാൻ പോവാ. നോ, ഞാനത് സമ്മതിക്കില്ല. ഏട്ടനറിയാവോ, ഞാനും കുറെ സഹിക്കുന്നുണ്ട്. അച്ഛന് 2 മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി. എനിക്കെൻ്റെ ഏട്ടനെ വേണം. പഴയതുപോലെ ആ സ്നേഹം തിരിച്ചു കിട്ടണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് പറ, ഞാൻ ചെയ്യാം. നീ അറിഞ്ഞതിനേക്കാളും വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ. ഒരു മാർഗം എൻ്റെ മുമ്പ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടുന്ന് പോകണം. അതിനാണ് നിന്റെ സഹായം എനിക്ക് വേണ്ടത്. എൻ്റെ ലിസമ്മയ്ക്കും മക്കൾക്കും വേറെ ആരുമില്ലെന്ന് നിനക്കറിയാലോ. അവർക്കൊരാപത്ത് വന്നാൽ ഓടിയെത്താൻ നീ ഉണ്ടാവണം. അത് മാത്രം നീ എനിക്ക് വേണ്ടി ചെയ്താൽ മതി. വേറെ ഒന്നും വേണ്ട. പിന്നെ നിന്റെ ഈ സ്നേഹം, അതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്? ഹലോ, യാ സ്പീക്കിംഗ്. ഓ ചന്ദ്രു, എന്തൊക്കെയുണ്ടടാ? നിന്റെ കോള് കാണാതായപ്പോ ഞാൻ കരുതി നീ വീണ്ടും എന്നെ മറന്നു. പറ, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ വിളിച്ചത് നിന്റെ അടുത്തേക്ക് വന്നാലോ എന്ന് ആലോചിക്കുക. ഓ, വിത്ത് പ്ലഷർ. യു ആർ വെൽക്കം മാൻ. എപ്പോഴാന്ന് പറ, ഞാനൊരു വിസ എടുത്ത് അയച്ചുതരാം. നമുക്കിവിടെ ജോളിയാക്കടാ. ജോളിയല്ല, ഒരു ജോലിയാടാ എനിക്ക് ആവശ്യം. നീ ഒരു ജോബ് വിസ എടുത്ത് അയച്ചതാ. ജോബ് വിസയോ? അതിന് നാട്ടിൽ നിനക്ക് നല്ലൊരു പണിയില്ലേ? അതുകൊണ്ടൊന്നും ശരിയാവുന്നില്ല ജി കെ. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം. അപ്പൊ സമ്പാദിക്കാനാ നീ വരുന്നത്? അതിന്റെ ആവശ്യമില്ല. നിന്റെ അക്കൗണ്ട് നമ്പർ പറ, പൈസ ഞാൻ ക്രെഡിറ്റ് ചെയ്തേക്കാം. എത്ര വേണം? നീ ഞാൻ പറയുന്ന കേക്ക്. അങ്ങനെ കുറച്ച് കാശ് കിട്ടിയിട്ട് കാര്യമില്ല. എനിക്കൊരു ജോലി വേണം, രക്ഷപ്പെടാൻ പറ്റിയൊരു ജോലി. കുടുംബവുമായുള്ള നിന്റെ ഒരു കെട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. ഈയിടെ കുടുംബ സ്നേഹത്തെ കുറിച്ച് വേർഡ്സ്വർത്ത് പാടിയിട്ടുള്ള എന്താണെന്ന് നിനക്കറിയാവോ? ഫാമിലിയിലോ എന്താ തുടക്കം? അയ്യോ, നീ ഇപ്പൊ അത് ഓർക്കാൻ പോണ്ട. എന്റെ ഓഫീസിലെ സ്റ്റാഫിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ച കാര്യം പറ. എനിവേ, നിന്റെ ജോലി റെഡി. പിന്നെ എന്റെ കാർഡ് നിന്റെ കയ്യിലുണ്ടല്ലോ, അതിൽ എന്റെ മെയിൽ ഐ ഡി ഉണ്ട്. എത്രയും പെട്ടെന്ന് നിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എനിക്ക് മെയിൽ ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഫോം ചെയ്തോളാം. ഓക്കെ? ശരി. താങ്ക്സ്. സ്വപ്നയുടെ കുറെ കാശ് പോയി കിട്ടിയല്ലേ? ഓ, അത് സാരമില്ല. മാഷ് ദുബായിൽ നിന്ന് വരുമ്പോ എനിക്ക് ചെറിയൊരു മൊബൈൽ ഫോൺ കൊണ്ട് തന്നാ മതി. എന്തിന് ചെറുതാക്കണം? കുറച്ച് വലുത് തന്നെ ആയിക്കോട്ടെ. കയ്യിലുള്ളതിന്റെ കൂക്കും വിളിയും കൊണ്ട് തന്നെ മനുഷ്യന് സ്വസ്ഥമായിട്ടിരുന്ന് സീലടിക്കാൻ പറ്റുന്നില്ല. ഹസ്ബൻഡാ ദുബായിന്ന്. മാഷ്ട കാര്യം ഞാൻ പറയാവേ. ഹലോ.
പണം തരാമെന്ന് GK പറഞ്ഞെങ്കിൽ അത് പോരായിരുന്നോ? പോണോ? ചുമ്മാ അരി തങ്കച്ച, അതും ഒരു കരുത്ത് കടമല്ലേ. വയ്യ ഇനി കടം വാങ്ങിക്കൂട്ടാ. അറിയാം, പക്ഷെ മാഷില്ലാതെ. മൊട്ടം കൊതു. 3-4 വർഷം കഴിയുമ്പോൾ മാളുവിന്റെ കല്യാണ സമയമാവും. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ ദേവിയുടെ, പിന്നെ ഇവന്റെ. സോറി, ഞാൻ കല്യാണം കഴിക്കില്ല. അതെന്താ? കല്യാണം കഴിച്ചപ്പോ ഞാൻ അച്ഛനെ പോലെ ബ്രോക്കർ പണിക്കും ശംഖ് വിൽക്കാനോ ഒക്കെ പോകേണ്ടി. എനിക്കത് വയ്യേ. അച്ഛൻ വിഷമിക്കണ്ട. എൻ്റെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് ചില കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. 1, ജോലി കിട്ടിയിട്ട് മാത്രമുള്ള കല്യാണം. 2, സ്ത്രീധനം ചോദിച്ചു വരുന്ന വരനെ എനിക്ക് വേണ്ട. ഇത് തന്നെയാണ് ദേവിയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങും പോകണ്ടെന്ന്. 5 വർഷം അത്രയും മതി. അത് പെട്ടെന്ന് അങ്ങ് പോകും. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലല്ലേ സമയം. പിന്നെ GKയുടെ അടുത്തേക്കല്ലേ പോണത്. നല്ലൊരു ജോലി അവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചന്തു എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? ഞാനിതെല്ലാം ശരിയാക്കി വെച്ചിട്ടാ നിങ്ങളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് നടക്കില്ല. ഇതാ കണ്ടില്ലേ, കറണ്ട് വന്നു. ശുഭലക്ഷണ. ഓ, നമ്മുടെ നാട്ടിലെ കറണ്ട് കെട്ട് വെച്ചിട്ട് ഏത് ശുഭം ഏത് അശുഭം എന്നൊന്നും ഒരു ജോത്സ്യനെ കൊണ്ട് പറയാൻ കഴിയില്ല. പിന്നെ ചന്തുവിന്റെ തീരുമാനങ്ങൾ എപ്പോഴും ബോൾഡാണല്ലോ. ആർക്കും അത് തിരുത്താനും കഴിയില്ല. ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ലിസമ്മേ, അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കണം. വർഷമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അന്ന് വസ്തു കച്ചവടത്തിന് വന്നപ്പോൾ ഞാൻ കണ്ടില്ല, കണ്ണടച്ചളഞ്ഞു. എങ്കിലും എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ രഹസ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്കൊന്നും തോന്നി കാണണമെന്ന്. ഒരു അനുവാദം ചോദിക്കാൻ, പിന്നെ പ്രധാനപ്പെട്ട ചിലത് സംസാരിക്കാൻ. ഗൾഫിലൊരു ജോലി ശരിയായിട്ടുണ്ട്. ഞാൻ പോവുക. നമ്മൾ തമ്മിൽ സ്നേഹത്തിലായിരുന്ന സമയത്ത് എൻ്റെ പേരിൽ എഴുതി വെച്ച കുറേ സ്വത്തുക്കളുണ്ട്. അതായത് ഫാക്ടറി, പിന്നെ ഊട്ടിയിലെ വില്ല, അതെൻ്റെ രാജുവിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. അതിലും പ്രധാനപ്പെട്ടതാണ് ബാംഗ്ലൂരിലെ തുണിമില്ല്. അതൊരു 25 കോടിക്ക് വരും അല്ലേ? എനിക്ക് മാത്രമാണ് അതിൻ്റെ അവകാശം. പൂർണ്ണമായും ഞാൻ അങ്ങയുടെ മനസ്സിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്തായ സ്ഥിതിക്ക് ഇനി എല്ലാത്തിനും വ്യക്തമായൊരു ധാരണ വേണം. രാജു എന്ത് പറയുന്നു? അല്ലെങ്കിൽ നീയല്ലല്ലോ പറയേണ്ടത്. എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പറയേണ്ടവർ പറയട്ടെ. ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല GK. എനിക്കും. നിനക്കറിയോ ചന്ദ്രു, ഇവിടെ എനിക്ക് വലിയൊരു ഫ്രണ്ട് സർക്കിൾ തന്നെയുണ്ട്. പക്ഷേ ഈ മെന്റൽ റാപ്പോ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരു മാനസിക ബന്ധം ഇവിടെ ആർക്കും ആരോടും ഇല്ല. എവറി സിംഗിൾ സ്റ്റെപ്പ് ഇസ് ടാർഗറ്റ് ഓറിയന്റഡ്. അപ്പോഴൊക്കെയാടാ ഞാൻ നിന്റെ വില അറിയുന്നത്. അച്ഛൻ്റെ അടുത്ത് അവകാശം ചോദിക്കാൻ പോയിട്ട് എന്തായി? ചൂടായി, ഭയങ്കരമായിട്ട് ചൂടായി. പക്ഷേ ഞാൻ പോയത് എൻ്റെ അവകാശം ചോദിച്ചു മേടിക്കാനൊന്നും അല്ലല്ലോ. രാജു, അച്ഛന് ദേഷ്യമൊന്നും തോന്നുന്നു. ഇതൊന്നും സ്വന്തം പേരിൽ എഴുതി വാങ്ങാൻ വന്നതല്ല ഞാൻ. എനിക്കൊന്നും വേണ്ട. എൻ്റെ പേരിലുള്ളതെല്ലാം രാജുവിന് എഴുതി കൊടുക്കണം. എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് സൈൻ ചെയ്ത് തരാം. സോറി, അറിയാതെ കൈതട്ടിയതാണ്. അത് കലക്കി. അല്ലെങ്കിൽ ഇങ്ങനെ പല ട്രിക്കുകളും പണ്ടേ നിന്റെ കയ്യിലുണ്ടല്ലോ. നീ വിഷമിക്കൊന്നും വേണ്ട. ഇനി നിന്റെ നല്ല കാലമാണ്. ഞാൻ ചില ചോയ്സുകൾ തരാം. അതിലേത് ജോലി വേണമെന്ന് നീ ചൂസ് ചെയ്താൽ മതി. സാലറി നീ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാനതങ്ങ് തന്നേക്കാം. നിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി ആ പഴയ ചന്ദ്രുവിനെ, ദ മാൻ വിത്ത് അബ്സല്യൂട്ട് പവർ, അങ്ങനെ എനിക്ക് കിട്ടണം. എൻ്റെ ക്വാളിഫിക്കേഷന് ചേർന്ന ജോലി എന്താണെന്ന് നീ തീരുമാനിക്കുക. ആ ജോലിക്കുള്ള ശമ്പളം അത് തന്നാൽ മതി. ഞാൻ നിനക്കൊരു ബാധ്യതയാവരുത്. ഓ, യു ആർ സോ മച്ച് കോൺഷ്യസ് അബൌട്ട് യുവർ സെൽഫ് എസ്റ്റീം, റൈറ്റ്? ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. വീട്ടിലേക്ക് വിളിക്കണ്ടേ?
ഇതും അഭിമാനബോധത്തെ ബാധിക്കൂ? പോടാ തൊട്ടി. അച്ഛനായിരിക്കും. ഞാനല്ല. ഹലോ അച്ഛനാ? ചന്തു? ലിസമ്മ ഞാനാ. വെളുപ്പകാലത്ത് എത്തി. ആ ജീക്കെ ഉണ്ട്. പതുക്കെ പറഞ്ഞാ മതി. കാറിലിരുന്ന് കൊറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. സൂപ്പർ സ്ഥലം തന്നെ. അച്ഛാ സുഖാണോ? ഞങ്ങൾ സ്കൂളിൽ പോയി റെഡി ആവാ. മോളെന്താ കഴിച്ചേ? മാളു എവിടെ? കൊടുക്ക്. സ്പീക്കറിലാ. അച്ഛാ അവിടെ ഇപ്പൊ എത്ര മണിയായി? എപ്പോഴാ അച്ഛൻ ജോലിക്ക് കയറുന്നേ? അച്ഛാ ഈ ചേച്ചിമാര് പറയുന്നു ദുബായ് എറണാകുളത്തെക്കാട്ടിലും വലുതാണ്. ആണോ അച്ഛാ? അച്ഛനിപ്പോ എവിടെയാ? അച്ഛൻ അറബികളെ കണ്ടോ? പിന്നെ ധാരാളം. കൊറേ പേര് അച്ഛൻ പരിചയപ്പെട്ടു. അവരൊക്കെ നിന്നെ അന്വേഷിച്ചു. താങ്ക് യു. എടാ അച്ഛൻ നിന്റെ ഭാര്യതാ. അച്ഛൻ ഇപ്പൊ അങ്കിളിന്റെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. പുതിയ നമ്പർ എടുത്തിട്ട് എല്ലാം വിശദമായിട്ട് പറയാം. ലിസമ്മ ഇല്ലേ അവിടെ? വാ സമയായി വാ. ഞാനാ. വിഷമിക്കണ്ട കേട്ടോ. ജീക്കെ എന്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. ഞാൻ പെട്ടെന്ന് വരും. അതെ, കടല് നികത്തി കരയാക്കി ഉണ്ടാക്കിയ ഒരു സിറ്റിയാണ് ഈ ദുബായ്. ഇക്കണക്കിന് പോയ ചന്ദ്രുവിന്റെ കണ്ണീര് കൊണ്ട് ദുബായ് വീണ്ടും ഒരു കടലാകും. കണ്ണീർ കടൽ. ഇതൊന്ന് സൈൻ ചെയ്തേ. ഹലോ. ആ മാഷോ? മാഷോ? മാഷേ, ഞങ്ങളിങ്ങനെ വിശേഷം അറിയാൻ കാത്തിരിക്കുകയായിരുന്നു. സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ല. നാളെ ജോലി കയറും. അതെ, ഞാൻ പോട്ടെ. മൊയ്തീൻ എന്ത് പറയുന്നു? സീലടിയൊന്നും മുമ്പത്തെ പോലെ ഏക്കുന്നില്ല. അത് മാത്രമല്ല മാഷെ, ഒന്നും പഴയതുപോലെ ഒരു രസവും. ഞങ്ങളുടെയൊക്കെ സന്തോഷം കൊണ്ടല്ലേ മാഷ് പോയേ. എന്നാ എന്റെ സീറ്റ് പുതിയ ആള് വരുന്നത്? അടുത്ത ആഴ്ച വരുമെന്ന് പറയണ കേട്ടു. പണ്ട് ഇവിടെ ഇരുന്നിട്ടുള്ളൊരു സാമിയാ. അങ്ങേര് വന്നാ പിന്നെ സീലും അങ്ങേര് തന്നെ അടിച്ചോളൂ. അപ്പൊ മൊയ്തീന് ഭാര്യയാവൂന്ന് അർത്ഥം. ഹലോ മാഷേ, എന്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചേക്കണേ. എന്ത് സഹായം വേണേലും ചെയ്തു തരും. നല്ല മനുഷ്യനാ. അതറിയാം. 10-12 വർഷമായിട്ട് ഈ കുരിശനെ ചുമക്കുന്നില്ലേ? എന്റെ കുഞ്ഞ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഇനി ഒരിക്കലും അവൻ ആരെ അപമാനിക്കാനോ പരിഹസിക്കാനോ ഒന്നും വരില്ലല്ലോ. എന്നാലും അവൻ യാത്ര പറയാൻ വന്നപ്പോ പോവണ്ടെന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. സരസ്വതി അമ്മ ഇമോഷണൽ ആവാതെ. സ്വന്തം മകൻ തകർന്ന് തരിപ്പണമാവാൻ ഒരു തന്തയും ആഗ്രഹിക്കില്ല. അവൻ രക്ഷപ്പെടുത്ത്. എന്നെ തോൽപ്പിക്കാൻ പറ്റുവെച്ച് ഇറങ്ങിപ്പോയതല്ലേ. ലെറ്റ് ഹിം ട്രൈ ടു ബി എ വിന്നർ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവർക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ദ്രോഹിക്കാൻ ഈ അച്ഛന് മാത്രമേ കഴിയൂ. വിഷമം കൊണ്ട് മാത്രം പറഞ്ഞതല്ല, മനഃപൂർവ്വം പറഞ്ഞതാ. അച്ഛനോട് പറയാൻ ഭയന്നിട്ടാ. കുട്ടികളിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ നിർത്തി പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. വിളിക്കുന്നത് ചെറിയമ്മയെന്നാണെങ്കിലും ഞാനത് കേൾക്കുന്നത് അമ്മയെന്ന് തന്നെയാ. ഞങ്ങൾക്ക് വേണ്ടേ ആരെങ്കിലും? അച്ഛൻ തോൽക്കണ്ട, ആരുടെ മുന്നിലും തോൽക്കണ്ട. അല്ലെങ്കിലും ആരുടെങ്കിലും മുന്നിൽ നിന്ന് തോറ്റു കൊടുക്കണമെങ്കിൽ പോലും മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ ഒരു അല്പ സ്നേഹം വേണം. ആ കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ടാ ഏട്ടൻ പോയത്. അതാ മനസ്സിൽ സ്നേഹമുള്ളോണ്ടാ. അച്ഛാ, അതിലുണ്ടേടാ പൊട്ടും. പൊട്ടട്ടെ, കുറ്റം ചെയ്തിട്ടല്ലേ? എന്ത് കുറ്റമാടാ ഞാൻ നിന്നോട് ചെയ്തത്? അനിയന് 3 വീലുള്ള സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് എനിക്ക് 2 വീലുള്ള സൈക്കിളല്ലേ വാങ്ങിച്ചു തന്നത്. അത് പിന്നെ അവൻ കുട്ടിയായതുകൊണ്ടല്ലടാ. അവന് 3 വീലുള്ള സൈക്കിളല്ലേ ചവിട്ടാൻ പറ്റൂ. നീ വലുതായില്ലേ, അപ്പൊ പിന്നെ 2 വീലുള്ള സൈക്കിളല്ലേ ശീലിക്കേണ്ടത്. ഈ 17th ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞ് ശ്രദ്ധിക്കുക. നമുക്കിപ്പോ ചന്ദ്രുവിന്റെ ശ്രദ്ധ എവിടെയൊന്നും അല്ലെന്ന് തോന്നുന്നു.
അവിടെ ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടാവൂല്ലേ? ഇന്ന് സൺഡേ അല്ലേ ചന്ദ്രു? നാട്ടിൽ അവധിയല്ലേ? സമയത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ആഴ്ച എല്ലായിടത്തും ഒന്നാ. അപ്പൊ എല്ലാരും വീട്ടിലുണ്ടാവും. ഞാനൊന്ന് വിളിച്ചോട്ടെ. ഹലോ ലിസമ്മ, ഞാൻ പുതിയ ഫോൺ എടുത്തു. നീ എന്ത് ചെയ്യാ അവിടെ? ആഹാ, ചന്ദ്രന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നേ. അച്ഛാ, വലിയ പാടുള്ള ജോലിയാണോ? ഏയ്, നല്ല AC മുറിയിൽ അടിപൊളി കസേരന്നുള്ള ജോലിയാ. മരുഭൂമിയിൽ നല്ല കാറ്റുണ്ടാവേ. കണ്ണി പൊടി വീഴാതെ നോക്കണേ ചന്തു. അച്ഛൻ എത്ര രൂപ ശമ്പളം കിട്ടും? ഈ സാമ്പത്തിക മാമിയൊക്കെ അച്ഛനെ ബാധിക്കുവോ? ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ നീ 5ാം ക്ലാസ്സിലായിരുന്നല്ലോ. 4-5 ദിവസം കൊണ്ട് എന്റെ മോൻ എക്കണോമിക്സിൽ ഡിഗ്രി എടുത്തോ? അച്ഛൻ അവിടെ കോമഡി അടിച്ചോണ്ടിരുന്നോ? കാശ് തോന്നി പോയാൽ പിന്നെ അച്ഛൻ അവിടെ വിൽക്കാൻ ഉള്ളി ശങ്കം ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇങ്ങോട്ട് എടുക്ക. അതെ, ഈ കിട്ടണ കാശ് മുഴുവൻ ഫോൺ ചെയ്ത് കളയണ്ട കേട്ടോ. ഹലോ ചന്തു, ഹലോ. ഫോൺ കട്ടായി കാണോ അമ്മേ? ഏത് മോഡൽ ഫോണാ അമ്മ അച്ഛൻ വാങ്ങിയത്? ആ, എനിക്കറിയില്ല. നിനക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഓ, ഒന്ന് ചോദിച്ചപ്പോ തന്നെ എനിക്ക് മതിയായി. ചാർജ് ചെയ്ത മുഴുവൻ മരുഭൂമിയിലെ കാറ്റ് കൊണ്ടുപോയി. ഇന്നലെ 200 ദിർഹംസ് ചാർജ് ചെയ്തതല്ലേ? നാട്ടിൽ ഏതാണ്ട് 2700 രൂപ. ദൈവമേ, അത്രയാവൂ? വീട്ടിലേക്ക് വിളിച്ച് ഭാര്യയോടും മക്കളോടും സംസാരിക്കുമ്പോൾ കാശ് പോണത് അറിയില്ല. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ മാസാവസാനം മിച്ചം നോക്കുമ്പോൾ ഒന്നും കാണില്ല. അങ്ങനെ വിളി ആഴ്ചയിൽ ഒരിക്കലായി. അല്ല, ഈ പോക്കാണെങ്കിൽ ചന്ദ്രവും താമസിയാതെ അത് ആലോചിക്കേണ്ടി വരും. ഈ അച്ഛനെ സമ്മതിക്കണം. എത്ര വർഷം കൊണ്ട് മുത്തശ്ശനെ പിരിഞ്ഞു കഴിയല്ലേ? കുറച്ച് ദിവസം ആയപ്പോ തന്നെ നമുക്ക് നമ്മുടെ അച്ഛനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ശരിയാ, ഇപ്പൊ തോന്നുന്നു അച്ഛനെ വിടേണ്ടിയിരുന്നില്ലെന്ന്. സത്യോ, എനിക്കും അച്ഛനെ കാണാൻ തോന്നുന്നു. അച്ഛൻ ഇനി എന്ന് വരും അമ്മേ? അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അച്ഛനെ അറിയാലോ. നിങ്ങൾക്ക് കാണണമെന്നെങ്ങാനും പറഞ്ഞ നാളെ വേണമെങ്കിലും കേറി ഇങ്ങ് പോരും. അമ്മയ്ക്ക് വിഷമമില്ലേ അച്ഛൻ പോയതില്? ഏയ്, എന്തിനാ വിഷമിക്കുന്നത്? അച്ഛൻ ഇവിടെ തന്നെ ഇല്ലേ? സംശയം ഉണ്ടെങ്കിൽ ആ ഫോണിന്ന് എടുത്ത് നോക്ക്. ആ ശബ്ദം ഇപ്പോഴും ഉണ്ട് അതില്. പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കരപറ്റിക്കണ്ടേ? അപ്പൊ പിന്നെ ഞാൻ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഏയ്, വിഷമില്ലാത്ത ആളിന്ന് കരയുന്ന കണ്ടില്ലേ? എക്സ്ക്യൂസ് മീ സർ, UK ബ്രാൻഡ് അപ്പയറിലുമായി നടത്തിയ കറസ്പോണ്ടൻസിന്റെ ബാക്കപ്പാണ്. ഇരിക്കെ. താങ്ക് യു. എങ്ങനെയുണ്ട് ചന്ദ്രു? പിക്കപ്പായോ? ജോലിയൊക്കെ 2 ആഴ്ച കൊണ്ട് തന്നെ പഠിച്ചു. പക്ഷേ കാശ് മുഴുവനും വീട്ടിലേക്ക് ഫോൺ ചെയ്ത് കളയാ. വല്ലാത്ത ഹോം സിക്നെസ് ഉള്ള ആളാവൻ. അത് മാറിക്കൊള്ളു. അത് മാത്രമല്ല സർ, പുള്ളിക്ക് എപ്പോഴും ടെൻഷനാ. ഫുഡൊന്നും കൃത്യമായിട്ട് കഴിക്കുന്നുമില്ല. ഉറക്കവും കമ്മിയാ. എപ്പോഴും ഓവർ ടൈം ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ചിക്കനൊരു പ്രത്യേക രുചി. അപ്പൊ നിനക്ക് ഭക്ഷണം വേണം. പൈസ ലാഭിക്കാൻ വേണ്ടിയാണ് വിശപ്പില്ല എന്ന് പറയുന്നത് അല്ലേ? ആഹാരത്തിനൊക്കെ ഇവിടെ എന്താ വില? ഇതിനേക്കാൾ ലാഭം വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നതാ. ആ കോറിലേഷൻ എന്താന്ന് മനസ്സിലായില്ല. സിമ്പിൾ. ലിസമ്മയും പിള്ളേരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ വയറ് നിറയും. എന്നാ നീ ഇനി അങ്ങനെ ഫോൺ വിളിച്ച് വയറ് നിറയ്ക്കണ്ട. നാളെ മുതൽ നിനക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തയക്കാം. അതങ്ങ് കഴിച്ചാൽ മതി. ഫുഡ് കഴിച്ചോണ്ടും ഫോൺ വിളിക്കാമല്ലോ. ഫോണിൽ കൂടെയെങ്കിലും ഒരു ധൈര്യം കൊടുക്കണ്ടേ? വേറെ ആരാ അവർക്കുള്ളത്? സാധാരണ ഉടക്കി കല്യാണം കഴിച്ചാൽ ഒരു കുഞ്ഞാവുമ്പോ എല്ലാം കോംപ്രമൈസ് ആവുമെന്നാണ് പറയാറ്. നിന്റെ കാര്യത്തിൽ 1-ന് 3 ആയിട്ടും പ്രശ്നം സോൾവ് ആയില്ലല്ലേ? Is your dad that much arrogant? എല്ലാം ശരിയാവണമെങ്കിൽ ശരിയാവട്ടെ എന്ന് കരുതി മാളു ജനിച്ച വിവരം പറയാൻ വെപ്രാളം പിടിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോയി. മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു പരിധിയുണ്ട്. കുറെ നേരം കൊണ്ട് നിന്ന് ആംഗ്യം കാണിക്കുന്നല്ലാതെ ഒന്നും മൊഴിയുന്നില്ലല്ലോ. ഒന്നെങ്കിൽ വ്യക്തമായി പറഞ്ഞ് തുലയ്ക്ക്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോ. അച്ഛാ, ഞാൻ അല്ല, അവള് ലിസമ്മ. ഞാൻ പ്രസവിച്ചു. അവളച്ഛനായി. നിന്റെ മോൻ പറഞ്ഞു കേട്ടോ, അവൻ പ്രസവിച്ചു എന്ന്. എങ്ങാണ്ടോ ഉള്ള ഏതോ ഒരുത്തി അച്ഛനായെന്ന്. ആവും. തല തിരിഞ്ഞ അനവല്ലേ? എപ്പോഴായിരുന്നു മോനെ? കുഞ്ഞാണോ പെണ്ണോ? സരസ്വതി അമ്മ ഇത്രയും എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ലോകത്ത് പതിവുള്ളതാ. പിന്നെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ മോന്റെ കൂടെ പോകാം. പോണോ? പിന്നെ മാമൂലുകളൊന്നും ഞാനായിട്ട് മാറ്റുന്നില്ല. എന്റെ കമ്പനിയിൽ ജോലിക്കാർക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന ഒരു പടിയുണ്ട്. അത് വേണമെങ്കിൽ മേടിച്ചിട്ട് പോകാം. പിന്നെ അടുത്ത കുട്ടി ജനിക്കുമ്പോൾ അറിയിക്കണം എന്നില്ല. അന്ന് അവിടുന്ന് പടിയിറങ്ങിയതാ. പിന്നെ ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല. നീ പ്രസവിച്ചു എന്ന് അച്ഛനോട് പറഞ്ഞതോർത്ത് ചിരിക്കാനും തോന്നുന്നുണ്ട്. നിന്നെ എന്നേക്കുമായി ഇറക്കി വിട്ടതോർത്ത് കരയാനും തോന്നുന്നുണ്ട്. നിന്റെ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആണ് മോനെ.
ആ അതിരിക്കട്ടെ, നീ എന്തിനാ ഈ ഓവർ ടൈം ചെയ്യുന്നത്? എന്റെ കമ്പനിയുടെ ടേൺ ഓവർ കൂട്ടാനോ? രണ്ടും. കമ്പനിയിൽ നിന്നാവണം, ഞാനും രക്ഷപ്പെടണം. 5 വർഷം ഇവിടെ തകർത്ത് ജോലി ചെയ്യണം. 10 വർഷത്തെ സമ്പാദ്യം. എനിക്ക് നിന്നെ മനസ്സിലാവുന്നതേ ഇല്ല. ഇവിടുത്തെ ക്ലൈമറ്റിന് ഓവർ സ്ട്രെയിൻ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ചന്ദ്രു, നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. വേണ്ടതിലധികം നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അത് മതി. 2 വർഷം ആകുമ്പോൾ ഒന്ന് നാട്ടിൽ പോകണം. കുറച്ച് ദിവസം അവരോടൊപ്പം കഴിയണം. 1 വീക്ക്, പിന്നെ തിരിച്ചു വരും. എന്നിട്ട് 3 വർഷം ഇവിടെ. അതോടെ ഗുഡ് ബൈ ടു ദുബായ്. കടങ്ങളൊക്കെ തീർന്നിട്ട് പിന്നെ മാളുവിൻ്റെ ദേവിയുടെയും കല്യാണം. കേശുവിനൊരു ജോലി. അതിന് നീ ഇവിടെ ഉണ്ടല്ലോ. അതേറ്റു. നിന്റെ മൂഡൊന്ന് ശരിയാക്കണം. നമുക്കൊന്ന് കറങ്ങാം. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അയ്യോ, നിന്റെ എക്സ്പ്രഷൻ കണ്ട അറിയാം എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന്. ഞാനില്ല. ഒരു കുഴപ്പമില്ല. നിന്നെ അവിടെ ആരും കയറി ബലാത്സംഗം ചെയ്യത്തില്ല. നീ അങ്ങോട്ട് കയറി ചെയ്യാതിരുന്നാ മതി. നിനക്ക് പെട്ടെന്ന് എന്താ നാട്ടിൽ പോകണമെന്നൊക്കെ തോന്നാൻ? ബഷീർ പറഞ്ഞു. എന്തോ പെട്ടെന്നൊരു നിസമയം പിള്ളേരെയും കാണണം. പിന്നെ ഒന്നുമില്ല. അത് പറഞ്ഞാൽ നീ കളിയാക്കും. നീ പറയണമെന്നില്ല, എനിക്കറിയാം. അച്ഛനെ കാണണമല്ലേ? അച്ഛൻ, അമ്മ, അനിയൻ, അങ്ങനെ എല്ലാവരും. ഒരാഴ്ച മതി പ്ലീസ്. അതിനെന്തിനാ പ്ലീസ്? ഒരാഴ്ച ആക്കണ്ട, 1 മാസം നിന്നോ. അയ്യോ, അത് വേണ്ട. അത്രയും ശമ്പളം പോകും. നീ ശരിയാവത്തില്ല. ഇതൊരു തരം അസുഖമാണ്, കേട്ടിട്ടില്ലേ? ആക്രാന്തോ മാനിയാക്. ഈ ദുരഭിമാനത്തെ പറ്റി ഷെല്ലി തന്നെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ആക്രാന്തോ. അയ്യോ, ഓർക്കണ്ട, കിട്ടൂല. മാത്രമല്ല ഷെല്ലി അങ്ങനെ ഒരു കവിത എഴുതിയിട്ടില്ല. ചന്ദ്രു, ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട്. 10-ാം തീയതി രാവിലെ 6 o'clock. അത് ശരി. അപ്പൊ ടിക്കറ്റ് വരെ എടുത്തു. ഫൈൻ. ഇനി 5-6 ദിവസം. ടിക്കറ്റ് കുറച്ചുകൂടെ നേരത്തെ കിട്ടൂലേ? ഏയ്, ഒരു രക്ഷയില്ല. ബഷീറെ, ചന്ദ്രന് വേണ്ട പൈസ കൊടുത്തേക്കും. കണക്കൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാവേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താന്ന് പറയാവോ? കുക്കർ ചെയ്തോണ്ടിരുന്നപ്പോ ഗ്യാസ് കാലിയായി. പോടുന്നു. ഇതൊന്നും അല്ല, ശരിക്കും സന്തോഷമുള്ളതാ. മുത്തച്ഛൻ നമ്മളോട് കോംപ്രമൈസ് ആയി. അതൊരിക്കലും സംഭവിക്കാത്ത കാര്യ. ഇതൊന്നും അല്ല. എനിക്കറിയാം. അച്ഛൻ എനിക്ക് മൊബൈൽ ഫോൺ അയച്ചെന്ന് വിളിച്ചു പറഞ്ഞ് അയ്യടാ, അതൊന്നും അല്ല. ഇനി അയച്ചാലും ഇപ്പൊ നിനക്കത് തരില്ല. എന്നാ ഞാൻ പറയാം. അച്ഛൻ ജോലി കളഞ്ഞിട്ട് വരാൻ പോകുന്നു. അതിൽ പകുതി ശരിയാണ്. അച്ഛൻ വരാൻ പോകുന്നു. അച്ഛന് എന്നെ നിങ്ങളെയൊക്കെ കാണാൻ കൊതിയാവുന്നു. അതിലും പകുതി ശരിയാണ്. അച്ഛന് ഞങ്ങളെ മാത്രം കാണാൻ കൊതിയെന്നല്ലേ പറഞ്ഞത്? മൊയ്തീനെ, ഫോണൊന്നും എടുക്ക. എനിക്കിവിടെ എന്റെ ജോലി ചെയ്യാൻ വയ്യ, പിന്നെയാണ് ഫോൺ എടുക്കൽ. സ്വപ്ന പോയാലും പറന്ന വന്നാലും എന്റെ നഖം പോക്ക. വന്ന കത്തുകളിലും വരാത്ത കത്തുകളിലും 2ഉം 3ഉം സീലടിച്ചോണ്ടിരുന്നവനാ. നിന്റെ സീലടി കൂടിപ്പോയത് കാരണം കത്തിന്റെ മേൽവിലാസം പോലും വായിക്കാൻ പറ്റണ്ടായി. സുഖ ജന്മം. ഹലോ, ലിസമ്മയാ? അങ്കിളെ, ചന്തു വരുന്നുണ്ട്. എപ്പോ എത്തും? 10-ാം തീയതി. ഒരാഴ്ചയെ കാണൂ. അമ്മായിയുടെ അടുത്ത് പറഞ്ഞേക്കണേ. മൊയ്തീനെ, ചാർജ് ആവാൻ വേണ്ടി ഒരു ന്യൂസ് തരട്ടെ. നമ്മുടെ മാഷ് വരുന്നു. ഇവിടെ ഒന്ന് ഉഷാറാകണമെങ്കിൽ ഒന്നുകിൽ ചന്ദ്രമാഷ് വരണം, ഇല്ലെങ്കിൽ സ്വപ്ന വരണം. എന്താ എല്ലാരും ചിരിക്കുന്നേ? സ്വപ്ന വന്നോ? എങ്കിൽ മൊയ്തീനെ പുറത്താക്കിയാര്. കോഴി കൂവിയതേ ഉള്ളൂ, നേരം വിളിക്കുമ്പോ വരും. സ്വാമി ഉറങ്ങിയാട്ടെ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ മാഷിന്റെ മഹത്വം മനസ്സിലാകുന്നത്. മോളെ, ഫോൺ ബെല്ലടിച്ചായിരുന്നോ? അറിയില്ല അമ്മേ.
അമ്മയ്ക്ക് എന്ത് പറ്റി? വേർതിരിക്കുന്നുണ്ടല്ലോ. അറിയില്ല, ഉറക്കത്തിൽ എന്തൊക്കെയോ. ഹലോ മോളെ, അമ്മയാ. അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? ഇല്ല. ഫോൺ ബെല്ലടിച്ചതുപോലെ തോന്നി. ഞാൻ കരുതി ഇനി കുട്ടികൾക്ക് ആർക്കെങ്കിലും സുഖമില്ലാതെ, അതുകൊണ്ടാണ് അങ്ങോട്ട് വിളിച്ചത്. ഇല്ലമ്മേ, അമ്മ അല്പം മുമ്പ് ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? ഇല്ല. എന്താ മോളെ? ഒന്നുമില്ല. അച്ഛൻ നല്ല ഉറക്ക. മോള് കിടന്ന് ഉറങ്ങിക്കോ. ഇത് GK. ഹലോ. ഹലോ. ഇദ്ദേഹത്തിന്റെ കമ്പനിയിലാണ് ചന്ദ്രവേട്ടൻ വർക്ക് ചെയ്യുന്നത്. എന്നിട്ടിപ്പോ ആ കമ്പനിയിൽ ചാടിയാവാൻ? സർ, ചന്ദ്രു, ആക്ച്വലി ഞാൻ വന്നത്. എന്താ അവിടെ എന്തെങ്കിലും ഇടം കൂടെ ഒപ്പിച്ചോ? അച്ഛാ, ഒരു മിനിറ്റ്. Everything should be completed within a small span of time. Okay, I'll call you later. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഇന്നലെയാ ബഷീർ പറഞ്ഞത് ഇടയ്ക്കൊക്കെ വയ്യാതാകുമായിരുന്നെന്ന്. ബട്ട് ദിസ് വാസ് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്. ഞാൻ ഇന്ന് തന്നെ മടങ്ങിപ്പോവും. എംബസിയുടെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിയാൻ 1 വീക്ക് എടുക്കും മിനിമം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. രാജു, ഞാനും നിന്റെ ഏട്ടനല്ലേ? ധൈര്യം വേണം. ആശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഞാനും നിങ്ങളെപ്പോലെയാ. എന്റെ പ്രാണനം കൊണ്ടാവൻ. ഒക്കെ എനിക്കറിയാം. പക്ഷെ ഈ മനസ്സിൽ ഇപ്പോഴും അവനോട് ദേഷ്യമുണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ മടി കിടന്ന എന്തെങ്കിലും സംഭവിച്ച നാട്ടിലെത്തിക്കും വരെ ലിസമ്മയും മക്കളെ അറിയിക്കരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഒക്കെ അവൻ മുൻകൂട്ടി കണ്ടിരുന്നത് പോലെ. ഇങ്ങനെ പല കുടുംബങ്ങളിലും നടന്നിട്ടുള്ളത് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ന്യൂസ് ലീക്ക് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടി മീഡിയയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഞാനും കൂടി അങ്ങോട്ട്. വേണ്ട, രാജു ഇവിടെ വേണം, അച്ഛൻ്റെ കൂടെ. അതെ, പിള്ളേർ ഇത്രയും നേരം ചെറിയച്ഛനെ അന്വേഷിക്കായിരുന്നു ഫോണില്. 10-ാം തീയതി ചന്ദ്രവട്ടം വരുന്നു ഇന്നലെ വിളിച്ചു പറഞ്ഞു. പിന്നെ കുറെ ചോദ്യങ്ങളാ. ചെറിയച്ഛൻ എന്ത് വേണം, ചെറിയമ്മയ്ക്ക് എന്ത് വേണം, ഒന്നും പറയണ്ട. അവിടെ ഇപ്പൊ ഒരു ഉത്സവത്തിന്റെ മൂടാ. ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു.
സത്യം ചെയ്തിട്ടില്ലേ? അച്ഛൻ പറഞ്ഞതുപോലെ ആയില്ലേ? സ്നേഹം തോന്നണമെങ്കിൽ രണ്ടിൽ ആരെങ്കിലും ഒരാള് അച്ഛന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഏട്ടൻ നേരത്തെ. നമ്മളിപ്പോ എന്താ ചെയ്യാ? അമ്മ അറിയുമ്പോ വേണ്ട മോളെ. ആ, അച്ഛനും മോനും ചായ എടുത്തു വെച്ചിട്ട് നോക്കുമ്പോ രണ്ടുപേരെയും കാണാനില്ല. ഒരാൾ അവിടെ കഥ കടച്ച ധ്യാനത്തില്, നീ ഇവിടെ ഇങ്ങനെ. എന്തു പറ്റി രണ്ടുപേർക്കും? ഞാൻ ചായ എടുത്തിട്ട് വരാം. നിന്റെ അച്ഛൻ കേൾക്കാൻ വേണ്ടി പറയാ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. 10-ാം തീയതി ചന്ദ്രു വന്നാ ഞാൻ അവനെ കാണാൻ പോകും. അത് തെറ്റാണെങ്കിൽ പിന്നെ എന്നെ ഇതിനകത്ത് കയറ്റണ്ട. അച്ഛാ, 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 രാജു മുറിയിലില്ല, അവിടെയൊന്നും ഇല്ല. എന്താ മോനെ? എന്താ മോളെ? അച്ഛൻ സാറൊന്നും പറയാതെ കാറെടുത്തങ്ങ് പോയി. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്താ മോളെ? അച്ഛൻ ഇപ്പൊ എവിടെ പോയതാ രാജു? അമ്മ വിഷമിക്കണ്ട. അവരച്ഛനും മോനും തമ്മിൽ ചെറിയൊരു വഴക്ക്. അത് അവര് തന്നെ തീർത്തോളും. ആ, ചേച്ചി, ദേ അവിടെ മുത്തശ്ശൻ. ഭയങ്കര സ്വീറ്റ് അല്ലേ? മുത്തച്ഛനോട് മക്കൾക്ക് ദേഷ്യമുണ്ടോ? അന്ന് സമ്മാനം തരാതെ പോയാൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു മുത്തച്ഛൻ എനിക്ക് സമ്മാനം തരണ്ടാന്ന്. അല്ല, അതല്ല, ഞങ്ങളുടെ അച്ഛനെ മുത്തശ്ശൻ ഒത്തിരി കഷ്ടപ്പെടുത്തിയില്ലേ? എന്നാലും ഞങ്ങൾക്ക് മുത്തശ്ശനോട് സ്നേഹ. അച്ഛൻ എപ്പോഴും പറയും മുത്തശ്ശൻ നല്ലതാന്ന്. മുത്തശ്ശനോട് എനിക്ക് വേറൊരു കാര്യത്തിൽ ദേഷ്യമുണ്ട്. ഈ മുത്തശ്ശൻ കാണാനല്ലേ ഞങ്ങളുടെ അച്ഛൻ ദുബായ് പോയത്. കേശു, മുത്തശ്ശനോട് അങ്ങനെയൊന്നും പറയരുത്. ഹലോ അച്ചു, ഞാനാ ലിസമ്മ. കുട്ടികൾ ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നില്ല. അവര് സ്കൂൾ ബസ്സിലല്ലേ വരാറ്? അതെ, ബസ് വന്നു. പക്ഷേ കുട്ടികളെ അച്ഛൻ ചെന്ന് കൂട്ടിക്കൊണ്ട് പോയിന്ന് പറഞ്ഞു. എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തോണ്ട് വിളിച്ചതാ. അച്ചു, കേട്ടില്ലായിരുന്നോ? ഹലോ, ഞാൻ അമ്മയുടെ കൊടുക്കാം. എന്താ മോളെ? കുട്ടികളെയും കൂട്ടി അച്ഛൻ അങ്ങോട്ട് വന്നോന്നറിയാൻ വിളിച്ചതാ അമ്മേ. മോള് സത്യാണോ ഈ പറയുന്നത്? ഈശ്വര, എങ്കിൽ സമാധാനായി. ആ അമ്മേ, വന്നോന്ന് തോന്നുന്നു. അകത്തേക്ക്
ഞങ്ങളുടെ അമ്മയെ പരിചയപ്പെടണ്ടേ? മുത്തശ്ശൻ വരാം. ഇപ്പോഴല്ല, മുത്തശ്ശിയും ചെറിയച്ഛനെയും ചെറിയമ്മയും കൂട്ടിക്കൊണ്ടൊരു സമരം. മുത്തശ്ശൻ വരാം. അമ്മേ, അച്ഛൻ പറയുന്നത് ശരിയാ, മുത്തച്ഛൻ നല്ലതാ. അച്ഛൻ അറിയുമ്പോഴേ. കുറെ ഡിഗ്രി എടുത്തിട്ട് എന്താ നേട്ടം? SSLC പാസ്സാവാതെ ഒരു കാര്യമില്ല. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് SSLCയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. MA വരെ എത്തിയത് SLC പാസ്സാവാതെയാണോ? ഇതൊന്നുമല്ല, നിന്റെ അച്ഛന്റെ തലയിൽ ആർക്കും പിടികിട്ടാത്ത എന്തോ ഏടാകൂടം ഉണ്ടാവും. എന്താ അച്ഛാ ഈ SSLC? സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് തന്നെയല്ലേ? അല്ല, നിന്റെ അമ്മ പറഞ്ഞതുപോലെ ഏടാകുടവും അല്ല. പറയാം. SSLC, S ഫോർ സച്ചിദാനന്ദൻ തമ്പി, എഗൈൻ S ഫോർ സരസ്വതി അമ്മ, L ഫോർ ലിസമ്മ, C ഫോർ ചന്ദ്രമോഹൻ തമ്പി. ഇത്രയും ഒത്തുചേർന്നാൽ SSLC പാസ്. ചേർന്നില്ലെങ്കിൽ SSLC ഫെയിൽ. മുത്തച്ഛൻ വന്ന് അച്ഛനോട് വിളിച്ചു പറയുമ്പോ അല്ലേ? മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വെഡിങ് ആനിവേഴ്സറി നമ്മൾ അടിച്ചു പൊളിക്കുമെന്ന് പറയണേ. കിട്ടുന്നില്ലല്ലോ. അച്ഛൻ റേഞ്ച് കിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്തായിരിക്കും അമ്മേ. രാവിലെ വിളിക്കുമല്ലോ, അപ്പ പറയാം. ഹലോ, ഹോട്ടൽ ഹൊറൈസൺ ഇന്റർനാഷണൽ. തമ്പി സാറിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഹോൾ ബുക്ക് ചെയ്തിരുന്നു. അത് ക്യാൻസൽ ചെയ്തേക്കും. ഇല്ലില്ല, അത് ഉണ്ടാവില്ല. അത് ഈ കൊല്ലം വേണ്ടെന്ന് വെച്ചോ. വെച്ചാൽ മതി. ഒരു പ്രശ്നമുണ്ട്, നേരിൽ പറയാം. പെട്ടെന്ന് ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? 3-4 ദിവസം കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എല്ലാം സ്വന്തം മനസ്സിൽ തോന്നണമല്ലോ. അവനവന് തോന്നിയപ്പോ പോയി കുട്ടികളെ കണ്ടു തിരിച്ചു വന്നു. പക്ഷെ ഞാനും ഒരു മനുഷ്യജന്മമാണെന്ന് നിങ്ങൾ മറന്നുപോയി. ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനം തോന്നി, സന്തോഷം തോന്നി. എന്റെ ഭർത്താവ് ഒരു മനുഷ്യനായി മാറി. സരസ്വതി, പോകാം. ഇനി ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവർക്കും ഒരുമിച്ച് പോകാം. ദേവി, എന്താ ആ ഭാഗത്തൊക്കെ കിട്ടിയോ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇനി പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതൊക്കെ എല്ലാ വർഷവും പതിവുള്ളതല്ലേ. ഇത്തവണ ചന്തു ഇല്ലാന്നൊരു വിഷമേ ഉള്ളൂ. പിന്നെ പിള്ളേരാണെ ആകെ ത്രില്ലില്ല. അവർക്ക് അവരുടെ മുത്തച്ഛനെയൊക്കെ കിട്ടിയില്ലേ. പായസം വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടാ ഞാൻ റോസമ്മയെ കൂടി വരാൻ പറഞ്ഞത്. ഇത്രയൊക്കെ ഒരുക്കിയിട്ട് അവരും കൂടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? അവരൊക്കെ എല്ലാ കൊല്ലവും ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് ഭയങ്കരമായിട്ട് ആഘോഷിക്കാറുള്ളതാ. അതുകൊണ്ട് ഇങ്ങോട്ട് എന്തായാലും പ്രതീക്ഷിക്കണ്ട. മക്കളെ, മക്കളെ അടുത്തേക്ക് കൊണ്ടു. അമ്മയുടെ അകത്തുണ്ട്. ഞാൻ ലിസമ്മയുടെ അങ്കിളാ, തങ്കച്ചൻ. മോനെ ഞാനും ഒരുമിച്ചാ വർക്ക് ചെയ്തിരുന്നത്. എല്ലാരും എനിക്കറിയാം. ഇതെന്തിനാ ഈ അലങ്കാരമൊക്കെ? അത് പിന്നെ മുത്തച്ഛന്റെ മുത്തച്ഛയുടെ വിവാഹ വാർഷികമല്ലേ, ഒക്കെ കുട്ടികളുടെ വേലയാ. മാഷനോട് വിളിച്ച് പറഞ്ഞിരുന്നു കൊഴിപ്പിക്കാൻ. ഒരറ്റത്തും ഞാൻ കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാൻ മറന്നു. ബെസ്റ്റ് വിഷസ്. ഈ മോളെ ഞാനൊന്ന് നേരെ കണ്ടോട്ടെ. എന്റെ ചന്ദ്രനെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നതല്ലേ. എനിക്ക് ശരിക്കും നിന്നോട് കുശുമ്പ് തോന്നിയിട്ടുണ്ട്. എന്റെ മോന്റെ സ്നേഹം മുഴുവൻ നിനക്കല്ലേ കിട്ടുന്നത്. അച്ചുമോളെ മോൾക്കറിയില്ലേ രാജുവിന്റെ? അവിടെ ആരെയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ എല്ലാവരും ഉണ്ട്. ഈ
സമയത്ത് ചന്തുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനൊക്കെ ആയി കാണാനായിരുന്നു കൊതിച്ചത് മുഴുവനും. എപ്പോ വിളിച്ചാലും ചോദിക്കും, അമ്മ വിളിച്ചോ, രാജു വിളിച്ചോ, അച്ചു വിളിച്ചോ എന്നൊക്കെ. അയ്യോ, അച്ഛനും രാജുവിനും ഞാൻ ചായ കൊടുത്തിട്ട് വരട്ടെ. ചെറിയമ്മേ, എന്താ ഒരു ചെറിയമ്മേ? ഒന്നുമില്ല. ചെറിയമ്മ എന്തൊക്കെയോ ആലോചിച്ചു. ശബ്ദം മാത്രല്ലേ ചെറിയമ്മയ്ക്ക് അറിയൂ. ആരൊക്കെയാണ് പേര് പറയാമോ? ഇത് മാളു, ഇത് ദേവിക്കുട്ടി, പിന്നെ കേശു ചട്ടമ്പി. ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ. അതായത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് സദ്യ കഴിഞ്ഞിട്ട് വേണോ അതോ മുമ്പ് വേണോ? ആട്ടെ, എന്താ ഗിഫ്റ്റ്? ഗിഫ്റ്റ് അയ്യടാ, അത് സസ്പെൻസ്. ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞാ ചെറിയമ്മ കൺഫ്യൂഷൻ മാറ്റിത്തരാം. എന്താ പറയണ്ട. സസ്പെൻസ് പൊളിഞ്ഞു പോകും. കേശു, രാജു, ഏട്ടത്തി, ഈ വിളി കേൾക്കാൻ ആഗ്രഹിച്ചത് ഞാനാണെങ്കിലും ഇത് കേൾക്കേണ്ടത് ചന്തു ആയിരുന്നു. അച്ഛാ, മോളെ, ഏത് വിഷമാവസ്ഥയിലും എന്റെ മകനോടൊപ്പം നിന്നവളാ നീ. ശരിക്കും നിന്റെ ഹൃദയത്തിനല്ലായിരുന്നു കുഴപ്പം, എന്റെ ഈ അച്ഛന്റെ ഹൃദയത്തിനായിരുന്നു ബ്ലോക്ക്, സ്നേഹത്തിന്റെ ബ്ലോക്ക്. രക്ഷക എന്റെ പാപഭാർ. നല്ല പാർട്ടി. എത്ര നേരമായി കുട്ടികൾ കാത്തിരിക്കുന്നു. ടീച്ചർ എവിടെയായിരുന്നു? ഒന്നും പറയണ്ട എന്നെ തങ്കച്ചായ. ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ട് പോയതാ. എലിമിനേഷൻ റൗണ്ട് ആയിരുന്നു. ഔട്ടായ കുട്ടികൾ കരഞ്ഞപ്പോ ഞാനും കൂടെ കരഞ്ഞു. കരഞ്ഞു കണ്ടിൽ നീര് വെച്ചതേ. ആണോ? എനിക്ക് ശരിക്കും കരച്ചിലൊന്നും വന്നില്ല. പിന്നെ കരഞ്ഞല്ലേ പറ്റൂ. എന്നാ നമുക്കിനി കുറച്ച് സന്തോഷിക്കാം. ടീച്ചർ കരണ്ട് അറ്റത്തൊന്ന് പിടിച്ചേ, എന്നിട്ട് ആ മരത്തെ കൊണ്ട് കെട്ടിക്കേ. ടീച്ചറോട് പടക്കം പൊട്ടിക്കാൻ നിൽക്കാം. വാ അങ്കിളിനെ സഹായിക്കാം. അങ്കിളിന്റെ മോള് തന്നെ. ഇതാ മോളെ, ആ മരം. അപ്പോ ഒന്നും അറിയാതെ എല്ലാരും ആഘോഷിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛാ? ഇവിടെ ഇരിക്കുകയായിരുന്നോ? നിങ്ങൾ എല്ലാവരെയും കണ്ട് കുട്ടികൾ ആകെ ഇളകിയിരിക്കുക. എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവർക്ക് തൃപ്തി വരുന്നില്ല. 3 പേർക്ക് 300 ഐഡിയ. അദ്ദേഹത്തിന് എന്താ ഒരു മൂഡൌട്ട് പോലെ. അത് മാറ്റാൻ നല്ല നാടൻ രസികം മരുന്നുണ്ട്. സംഗതി വരുത്തട്ടെ. ഡെയിലി 2 എണ്ണം അടിക്കുമെന്ന് മാഷ് പറഞ്ഞ് എനിക്കറിയാം. ഇപ്പൊ വരാമേ. തങ്കച്ചാ, ഓ ഒരു മിനിറ്റ്. കൊതിയോടെ കാത്തിരിക്കുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വന്നിരുന്ന് കഴിയുമ്പോ ടീച്ചർ പതുക്കെ പാടി തുടങ്ങണം. അപ്പൊ ഞാൻ CD പ്ലേ ഓൺ ചെയ്യും. പിന്നെ അച്ഛൻ പാടി കേട്ടെ. സഹിച്ചേ പറ്റൂ. കഴിഞ്ഞ 3-4 ദിവസമായി ഞങ്ങൾ അനുഭവിക്കുന്നത് തങ്കച്ചേട്ടന് ഓർത്ത് നോക്കിക്കേ. ഞാൻ സഹിച്ചോളാം. എന്നാലും എന്റെ മാഷ്, എന്റെ ലിസമ്മ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. തങ്കച്ചായ, പ്ലീസ് പിടിച്ചു നിന്നേ പറ്റൂ. ഞങ്ങളൊക്കെ സഹിക്കുന്നില്ലേ? ഇല്ല, ഞാനൊന്നും പുറത്ത് കാണിക്കില്ല. ഒക്കെ അടക്കിക്കൊള്ളാം, ഉള്ളിൽ ഒതുക്കിക്കൊള്ളാം. ആ പാട്ട് ടീച്ചറോട് ഞാൻ പറയാം. ടീച്ചർ ഒന്ന് ഇപ്പൊ വരെ ടീച്ചർ ഇപ്പൊ പാടാനും നിൽക്കണ്ട. തൊണ്ടയ്ക്ക് സുഖമില്ലെന്ന് മറ്റു പറഞ്ഞാൽ മതി. വെറുതെ എന്തിനാ സുഖമില്ലെന്ന് പറയണേ? കുട്ടികൾ നിർബന്ധിച്ചതല്ലേ, പാടാതിരിക്കാൻ പറ്റൂ. മാത്രമല്ല ഇന്നൊരു നല്ല ദിവസമായിട്ട്. നല്ലൊരു ദിവസമല്ല, അതാ പറഞ്ഞ പാടണ്ട. ടീച്ചറെ വിളിക്കുന്നു. കുട്ടികളൊക്കെ സന്തോഷത്തിലാ. ഞാൻ പാടിക്കോട്ടെ? കുട്ടികളെ സന്തോഷിക്കാൻ പാടില്ല. കുട്ടികൾ മാത്രമല്ല, ആരും. വാ മുത്തശ്ശ, വാ. നമുക്ക് അവിടെ പോയിരിക്കാം. നടക്ക്.
അകത്തിരിക്കാം, വാ. എനിക്ക് വയ്യ. ഈ ടീച്ചർ എവിടെ? ടീച്ചറെ, പ്രിയമുള്ളവരെ, ഒരിക്കൽ മുത്തച്ഛൻ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഞങ്ങളൊരു സമ്മാനം നൽകുന്നുണ്ട്. സമ്മാനം എന്ന് പറയുമ്പോ അച്ഛൻ മുത്തശ്ശനെ കുറിച്ച് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഞങ്ങളുടെ സമ്മാനം. ടീച്ചർ എവിടെ? വാ നോക്കാം. അങ്കിളി, ടീച്ചർ എവിടെയാ? സമയമായി. ടീച്ചർ പോയോ? ടീച്ചർ അങ്ങനെ പോവില്ല. പാട്ടൊക്കെ നോക്കിയതല്ലേ. അങ്കിൾ കള്ളം പറയാ. ടീച്ചർക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പൊയ്ക്കോളാനും പറഞ്ഞു. 5 മിനിറ്റ് മുമ്പ് വരെ ഒരു അസുഖമില്ലായിരുന്നല്ലോ. ആ, എന്നാ പെട്ടെന്ന് അസുഖം ഒന്ന് പോയി. സാരമില്ല, മനഃപൂർവ്വം പോയതൊന്നുമല്ലല്ലോ. സുഖമില്ലാഞ്ഞിട്ടല്ലേ? ചേച്ചി, എന്നാ ആദ്യം മുതലേ നമുക്ക് അച്ഛന്റെ CD പ്ലേ ചെയ്യാം. ആ മോള് വിഷമിക്കണ്ട. മകനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ കുറ്റബോധം ഒരുപാടുണ്ടാ മനസ്സിൽ. ചന്ദ്രു ഇല്ലാതെ ഈ ആഘോഷവും ബഹളവും ഒക്കെ കണ്ടപ്പോ അങ്ങനെയൊക്കെ ആയിപ്പോയതാ. മോനെ, സ്നേഹം എങ്ങും ആർക്കും ബാക്കി വെക്കരുത്. അത് സ്നേഹിച്ച് തന്നെ തീർക്കണം. ഇല്ലെങ്കിൽ ഈ അച്ഛന്റെ ഗതി വരും. ജിക്കെയാണ്. ഹലോ, എങ്ങനെയുണ്ട് രാജു അവിടെ? അച്ഛൻ പറ്റുന്നില്ല ജിക്കെ. ഇറ്റ്സ് ബിയോണ്ട് അവർ ടോളറൻസ് ലെവൽ ആൻഡ് ഐ ആം വെരി ക്ലോസ് ടു ഇറ്റ്സ് ത്രെഷോൾഡ്. ഞങ്ങളുടെ തലയിൽ നിന്ന് ഇറക്കി വെച്ചില്ലെങ്കിൽ ശരിക്കും വട്ടുപിടിക്കും. രാജു, അറിയാം. പ്ലീസ് 2 ദിവസം കൂടി. മറ്റൊരു കാര്യം രാജുവിന് അറിയാവോ? 10-ാം തീയതി വരാനാ അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ, ദ സെയിം ഡേ. ഏട്ടത്തി പലപ്പോഴായി അന്വേഷിക്കുന്നു. ഇനി പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. രാജു, ഫോണൊന്ന് ഏട്ടത്തിലേക്ക് കൊടു, ഞാൻ പറയാം. ഫോണുണ്ട്. ചന്തു ആയിരിക്കും. അല്ല, ഇത് ജിക്കെയാ, ചന്ദ്രവേട്ടന്റെ ഫ്രണ്ട്. ആ, ഹലോ. അങ്ങനെയാണല്ലേ? അല്ല, ദിവസവും 5 പ്രാവശ്യം വിളിച്ചോണ്ടിരുന്ന ആള് പെട്ടെന്ന് വിളിക്കാതായപ്പോ വിഷമം തോന്നി. ആ, ശരി, കൊടുക്കാം. ഈ അടുത്ത കാലത്തായിട്ട് ചന്തുവിന് അല്പം പിശുക്ക് കൂടുന്നുണ്ട്. ഇനി വരുന്നത് വരെ ഫോൺ ചാർജ് ചെയ്യുന്നില്ലെന്ന്. ഞാൻ മോളോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. മറ്റന്നാൾ ചന്ദ്രു വന്നാ ഇനി നമുക്ക് അവനെ വിടണ്ട. എന്റെ മോനും മോൾക്കും പൈസക്കിനി ഒരു ബുദ്ധിമുട്ടും വരില്ല. ചന്ദ്രുവിന്റെ ആഗ്രഹം പോലെ ഇനി നമ്മളെല്ലാരും ഒരു വീട്ടിൽ താമസിക്കും. എല്ലാം പെട്ടെന്നായിരുന്നു. ആ, അതെ. ആ, ശരി. ഹലോ, ഒരു മിനിറ്റ്. ഇല്ലില്ല. ഹലോ, ആ അങ്കിളല്ലേ? ആ, അച്ഛനല്ല, രാജു മാത്രമേ. ആ, ശരി, പറയാം. ഓഫീസിൽ കൂടെ വർക്ക് ചെയ്തിരുന്നവരാ. ഇവരുടെ മുമ്പിൽ എനിക്ക് മറയ്ക്കാൻ കഴിഞ്ഞില്ല. അറിഞ്ഞപ്പോ എല്ലാവരും പുറപ്പെട്ടതാ. ഞാൻ സമ്മതിച്ചില്ല. ഏട്ടനെ ഒത്തിരി സ്നേഹിച്ചവരാ നിങ്ങളൊക്കെ എന്നറിയാം. പൈസയും കടം കൊടുത്തിട്ടുണ്ടാവും. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം വീട്ടിക്കോളാം. കടം ഞങ്ങളാ വീട്ടേണ്ടത്. ഇങ്ങോട്ട് തന്ന സ്നേഹത്തിന് ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ചേച്ചി,
ചേച്ചി നോക്കേ. അയ്യോ ദേവി, നീ എന്ത് ചെയ്യാ? അങ്ങനെയല്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ. അത് തെറ്റിപ്പോയി. ചേച്ചിക്ക് അത് ചെയ്താ പോരായിരുന്നോ? എന്തിനാ എത്ര വർഷം പറഞ്ഞു കൊടുത്തോ? നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? അടുക്കളയിൽ അമ്മയും റോസമ്മയും കൂടി അച്ഛന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക. പെൺപിള്ളേരൊന്നും പോയി സഹായിച്ചു കൊടുത്തേ. ഞങ്ങളിവിടെ അതിനേക്കാൾ വലിയ കാര്യത്തില്ല. നാളെ അച്ഛൻ വരുമ്പോഴേക്കും വീടിന് പുതിയ പേരിടണം. പുഞ്ചിരി എന്നല്ല ഇപ്പോഴത്തെ പേര്. പുതിയ പേരെന്താന്ന് മുത്തശ്ശിക്ക് അറിയാമോ? SSLC. അതെന്ത് പേരാ? അത് ഡിഗ്രി അല്ലേ? ഞാൻ പറയാം മുത്തശ്ശി. S for സച്ചിദാനന്ദൻ തമ്പി, സെക്കൻഡ് S for സരസ്വതി അമ്മ, L for ലിസമ്മ ആൻഡ് C for ചന്ദ്രമോഹൻ തമ്പി. ഇതല്ലേ അച്ഛന്റെ സ്വപ്നം. അതിപ്പോ യാഥാർത്ഥ്യമായില്ലേ? എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ. വേഗം പോയി കിടന്ന് ഉറങ്ങിക്കേ. രാവിലെ എയർപോർട്ടിൽ പോകാനുള്ളതാ. കേശു, റെഡി ആയില്ലേ? ഞാനും കേശു റെഡിയാ. ഈ മാളു ചേച്ചിയാ. ആ, വേഗം ആട്ടെ. ആ, ഞങ്ങൾ വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാവില്ലേ അമ്മായി? ഇനി എന്ത് റെഡിയാവാനാ? വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നീ തന്നെ എല്ലാം ശരിയാക്കില്ലേ? മോളിത് എങ്ങോട്ടുള്ള പുറപ്പാടാ? അമ്മ മറന്നോ? എയർപോർട്ടിൽ പോണ്ടേ? അച്ഛനും രാജമോനും ഇപ്പൊ അങ്ങ് എത്തിക്കാണും. പുലർച്ചെ പോയതാ. ഫ്ലൈറ്റ് നേരത്തെയാണെന്നോ മറ്റോ പറയുന്ന കേട്ടു. ഇവിടെ 9 മണിക്ക് എത്തുന്ന ഫ്ലൈറ്റ് ആണെന്നല്ലേ പറഞ്ഞിരുന്നത്? പെട്ടെന്ന് എന്തോ ടിക്കറ്റ് നേരത്തെ ആക്കിയെന്നോ. എന്നോടൊന്നും കൃത്യമായി പറഞ്ഞില്ല മോളെ. എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ എന്റെ നേരെ ഒരു ചാട്ടം, പിന്നങ്ങ് പോയി. അച്ഛനും രാജു എയർപോർട്ടിലേക്ക് വന്നിരുന്നു. ചന്തു കണ്ടില്ലേ? ആദ്യം എനിക്ക് കാണേണ്ടത് നിന്നെയാണ്, പിന്നെ എന്റെ മക്കളെ. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ആ, നല്ല വിശപ്പ്. ആഹാരം എടുത്തു വെക്കും. എപ്പോഴേ എടുത്തു വെച്ചു. മക്കളെ, അച്ഛൻ വന്നു. മതി മതി. സൂപ്പറാ. അച്ഛനായിരിക്കും. എന്നെ കൂട്ടാതെ എയർപോർട്ടിലേക്ക് പോയതല്ലേ, അതാ ഇങ്ങനെ പറ്റിയത്. ചന്തു എപ്പോഴേ ഇങ്ങെത്തി. വാ, ഊണ് കഴിക്കാം. ചന്തുവിന് ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞു. ഞാൻ ചോറ് കൊടുത്തു. ചന്ദ്രു ഇപ്പോഴാ വന്നത് മോളെ, ഞങ്ങളുടെ കൂടെ. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് ഊണ് കഴിക്കുന്നതോ? ഇവിടെ പോയി. മുത്തശ്ശ, കേശു, ചേച്ചി. മോളെ, കേശു, യാത്രയൊക്കെ സുഖമായിരുന്നോടാ? അതെ മുത്തശ്ശ. ചേച്ചി സുന്ദരിയേ. ഓ, ദേവി ചേച്ചി. So you have successfully completed your second semester. Congrats. താങ്ക് യു ചെറിയച്ച. മോളെ, മോളെ സുഖാണോ? അതെ അങ്കിൾ. അമ്മ എവിടെ? അകത്തുണ്ട്, വാ. അമ്മേ.
ചേട്ടാ, അമ്മയ്ക്ക് കാണണ്ടേ?